السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله صلى الله عليه وسلم. خذ بيدي قلت حيلتي أدركني يا حبيب الله. الصلاة والسلام عليك يا سيدي يا رسول الله صلى الله عليه وسلم. خذ بيدي قلت حيلتي أدركني يا حبيب الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدي يا رسول الله صلى الله عليه وسلم. خذ بيدي قلت حيلتي أدركني يا حبيب الله صلى الله عليه وسلم. أما بعد فأعوذ بالله من الشيطان الرجيم. إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. بيض صحيفتك السوداء في رجب بصالح العمل المنجي من اللهب. شهر حرام أتى من أشهر حرم إذا دعا الله داع فيه لم يخب. طوبى لعبد زكى فيه له عمل فكف فيه عن الفحشاء والريب. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله. صلاة الله سلام الله على طه رسول الله. صلاة الله سلام الله على ياسين
حبيب الله. സർവ്വധരണീയരായ ഈ മഹത്തായ ദീനീ സമുച്ചയത്തിൻ്റെ ആത്മീയമായ സാരഥ്യം ആദരണീയരായ സയ്യിദ് അവറുകൾ, മറ്റു പ്രഗത്ഭരായ പണ്ഡിതന്മാർ, നേതാക്കൾ, ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ സഹകാരികൾ, മുഹിബ്ബീങ്ങൾ, നല്ലവരായ മുഅ്മിനീങ്ങൾ, മുതഅല്ലിമീങ്ങൾ, ഉമ്മമാർ, സഹോദരിമാർ, നമ്മുടെ പരിപാടിയെ ലൈവായി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ നല്ലവരായ പ്രവാസികളും അല്ലാത്തവരുമായ കൂട്ടുകാർ, മഹാന്മാരായ ബദരീങ്ങളുടെ പേരിൽ എല്ലാ മാസവും ഇവിടെ നടന്നു വരുന്ന മഹത്തായ ഒരു മജ്ലിസിലാണ് നാം ഉള്ളത്. അല്ലാഹു ബദരീങ്ങളുടെ പ്രത്യേകമായ ഹിഫ്ള് സാധുക്കളായ നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വം ആദരണീയരായ ബഷീർ സഖാഫി ഉസ്താദ്, അല്ലാഹു പരിപൂർണ ശിഫാ നൽകുമാറാവട്ടെ. ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ മാസത്തിന്റെ മഹാത്മ്യം കൊണ്ട് അല്ലാഹു കാമിലായ ശിഫാ നൽകുമാറാവട്ടെ. ഇതിനു മുമ്പ് ഒരുപാട് പ്രാവശ്യം ഈ വിനീതനെ ഇവിടെ പ്രഭാഷണത്തിന് ക്ഷണിച്ചിരുന്നെങ്കിലും ഇത്തവണയാണ് ഇവിടെ വരാൻ അവസരം ഉണ്ടായത്. എന്നാലും ഈ മഹത്തായ സ്ഥാപനത്തെ കേൾക്കുകയും മനസ്സിലാക്കുകയും എല്ലാ മാസവും ഇവിടെ നടക്കുന്ന ബദരീങ്ങളുടെ സദസ്സിനെ കുറിച്ച് അറിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. മഹാരഥന്മാരായ സാദാത്തുക്കളാണ് ഈ മഹത്തായ സ്ഥാപനത്തിന്റെ നേതൃത്വം എന്നറിഞ്ഞപ്പോൾ അതിയായ സന്തോഷമുണ്ട്. ഈ മഹത്തായ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് ആദരണീയരായ സയ്യിദ് അവറുകൾ, അല്ലാഹു അവിടത്തേക്ക് നല്ല ആഫിയത്തും ഹിമ്മത്തും ഇസ്സത്തും അല്ലാഹു വർദ്ധിപ്പിക്കുമാറാവട്ടെ. വിനീതനായ ഞാൻ ഇന്ന് വളരെ നേരത്തെ തന്നെ ഇവിടെ പരിസരത്ത് എത്തുകയുണ്ടായി. നെല്ലിക്കണ്ടയിലെ നമ്മുടെ പ്രിയങ്കരനായ താജുദ്ദീൻ ക, അദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നു ഞാൻ നേരത്തെ എത്തിയത്. അവിടെ ഇൻഷാ അല്ലാഹ് ഈ വരാൻ പോകുന്ന 22-ാം തീയതി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ആദരണീയരായ ബായാർ തങ്ങൾ അവരുടെ മിഅ്റാജ് പ്രഭാഷണം നെല്ലിക്കട്ടയിൽ വെച്ച് നടക്കുമ്പോൾ അതിൻ്റെ സ്വാഗത സംഘം ഓഫീസ് ബഹുമാനപ്പെട്ട തങ്ങൾ അവരുകൾ ഇന്ന് ജുമുഅക്ക് ശേഷം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അപ്പൊ തങ്ങൾ അവരുകൾ വന്ന് ആ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ അവിടെയുള്ളത് കൊണ്ട് ഈ വിനീതനും അവിടെ പോയിരുന്നു. അങ്ങനെ നേരത്തെ തന്നെ തങ്ങളെ ഞാൻ കാണുകയുണ്ടായി. അല്ലാഹു തആല തങ്ങളുടെ അവരുകൾ ഉൾപ്പെടെയുള്ള നമ്മുടെ എല്ലാ സാദാത്തുക്കൾക്കും അല്ലാഹു നമുക്കും അല്ലാഹു ആഫിയത്ത് വർദ്ധിപ്പിക്കുമാറാവട്ടെ. വളരെയധികം അനുഗ്രഹീതമായ ഒരു സമയത്താണ് നാം ഉള്ളത്, ഒരു മജ്ലിസിലാണ് നാം ഉള്ളത്. ഒന്ന് റജബ് മാസമാണ്. റജബ് മാസത്തിന്റെ ആദ്യത്തെ ദിവസം നമ്മോട് യാത്ര പറയുകയും രണ്ടാമത്തെ രാവിലാണ് അഥവാ രണ്ടാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ദുആക്ക് ഉത്തരം തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാവുകളാണ്. അതോടൊപ്പം
അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി സ്വന്തം ശരീരങ്ങളെ സമർപ്പിച്ച മഹാരഥന്മാരായ ബദരീങ്ങൾ, ആ ബദരീങ്ങളുടെ പേരിലുള്ള മജ്ലിസും ധാരാളം സാദാത്തുക്കളുടെയും ആലിമീങ്ങളുടെയും മുതഅല്ലിമീങ്ങളുടെയും സാന്നിധ്യമുള്ള, അതോടൊപ്പം നല്ലവരായ പ്രായം ചെന്ന മുഅ്മിനീങ്ങളുടെയും ചെറുപ്പക്കാരുടെയും ഉമ്മമാരുടെയും സഹോദരിമാരുടെയും ഒക്കെ സാന്നിധ്യമുള്ള ഒരു അനുഗ്രഹീത മജ്ലിസുമാണ്. ഇൻഷാ അല്ലാഹ് ഒരല്പനേരം നമുക്ക് സംസാരിക്കാം. അല്ലാഹു ഈ സദസ്സിന്റെ ബറക്കത്ത് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു വർഷത്തിൽ 12 മാസങ്ങളുണ്ട് എന്ന് അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർള് മിൻഹാ അർബഅത്തുൻ ഹുറും ദാലിക ദീനുൽ ഖയ്യിം. അല്ലാഹുവിന്റെ അരികിൽ ഒരു വർഷം എന്ന് പറഞ്ഞാൽ 12 മാസങ്ങളാണ്. ആ 12 മാസങ്ങളിൽ ഏറ്റവും മഹത്വമുള്ള, യുദ്ധം പോലും നിഷിദ്ധമാക്കപ്പെട്ട 4 മാസങ്ങളെ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. മിൻഹാ അർബഅത്തുൻ ഹുറും. അതിൽ വളരെ മാഹാത്മ്യമുള്ള 4 മാസങ്ങൾ. ആ 4 മാസങ്ങൾ ഏതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ 3 മാസങ്ങൾ തുടരെയുള്ള മാസങ്ങളാണ്. ഒന്ന് ദുൽഖഅദ, മറ്റൊന്ന് ദുൽഹിജ്ജ, വേറെയൊന്ന് മുഹറം. അത് കഴിഞ്ഞാൽ പിന്നെ ഗ്യാപ്പോടുകൂടെയുള്ള ഒരു മാസം, അതാണ് നമ്മളിപ്പോഴുള്ള റജബ് മാസം. സുഹൃത്തുക്കളെ, ഈ 4 മാസം 12 മാസങ്ങളിൽ വളരെ മഹത്വമുള്ള മാസങ്ങളായി പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. ഇത് പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല പറയുന്നു, ദാലിക ദീനുൽ ഖയ്യിം. ഈ ബഹുമാനമുള്ള മാസങ്ങളെ ബഹുമാനിക്കുക എന്നത് ശരിയായ ഇസ്ലാമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ അതല്ലേ, അല്ലാഹ് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക, അതാണ് ഇസ്ലാം. അല്ലാഹ് ബഹുമാനിച്ചതാണ് ഈ മജ്ലിസ്, അതിനെ ബഹുമാനിക്കലാണ് ഇസ്ലാം. അല്ലാഹു തആല ബഹുമാനിച്ച ഈ മജ്ലിസിനെ ഇകഴ്ത്തുകയും നിസ്സാരപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്യുക എന്നത് അത് ഇസ്ലാം അല്ല, ഇസ്ലാമിന്റെ ഘടകവിരുദ്ധമാണ്. എന്നാൽ ഈ 4 മാസങ്ങളെ ബഹുമാനിക്കലാണ് ഇസ്ലാം, നേരായ വഴി എന്ന് പറഞ്ഞതിന് ശേഷം ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും. നിങ്ങൾ ഒരിക്കലും ഈ മാസങ്ങളിൽ നിങ്ങളുടെ ശരീരങ്ങളെ ആക്രമിക്കരുത്, നിങ്ങൾ തെറ്റ് ചെയ്യരുത്. നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ തെറ്റ് ചെയ്യരുത്. എന്നാലും ഈ മാസങ്ങളിൽ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധ വെച്ച് പുലർത്തണം, നിങ്ങൾ ഒരിക്കലും തെറ്റ് ചെയ്യരുത് എന്ന് ഖുർആൻ പറയാണ്. അത്രയും മഹത്വമുള്ള 4 മാസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് റജബ് മാസം. അതുകൊണ്ടാണ് എല്ലാ പള്ളികളിലും ദുആ തുടങ്ങിയിട്ടുണ്ട്. അത് പള്ളിയിൽ മാത്രമല്ല, വീട്ടിൽ നിസ്കരിക്കുമ്പോഴും ഉമ്മമാരെ നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം, ഫർളാക്കപ്പെട്ട നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പ്രത്യേകിച്ച് ദുആ ചെയ്യണം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ വവഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽഖിയാമി വതിലാവത്തിൽ ഖുർആൻ. അല്ലാഹുവേ, റജബ് മാസത്തിലും ശഅബാൻ മാസത്തിലും നമുക്ക് ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. റമളാൻ മാസത്തെ നീ എത്തിക്കണേ അല്ലാഹ്. ആ റമളാൻ മാസത്തിൽ ധാരാളം നോമ്പ് അനുഷ്ഠിക്കാനും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും ഒരുപാട് തറാവീഹ് നിസ്കരിക്കാനും നീ നമുക്ക് ഭാഗ്യം തരണേ അല്ലാഹ് എന്ന ദുആ എല്ലാ പുരുഷന്മാരും സ്ത്രീകളും റജബ് തുടങ്ങലോടുകൂടെ ദുആ ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്.
അപ്പൊ എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന പരിശുദ്ധ റമളാൻ മാസം, ആ റമളാൻ മാസത്തേക്കുള്ള ഒരുക്കം റമളാന് തുടങ്ങുമ്പോഴല്ല ഉണ്ടാകേണ്ടത് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. മറിച്ച് റജബ് തുടങ്ങുമ്പോഴേക്ക് തന്നെ റമളാനിന് വേണ്ടി ഒരുങ്ങണം എന്നാണ്. അത് ഏതു രൂപത്തിലുള്ള ഒരുക്കമാണ്? ഈ ബദിയടക്ക പരിസരത്തുള്ള ഉമ്മമാരൊക്കെ നല്ലവരായതുകൊണ്ട് ഞാനിപ്പോ കൂടുതലൊന്നും അറിയില്ല. റമളാൻ വന്നാല് ഇപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞു, ഉസ്താദെ ഇന്നലെ എന്റെ ഭാഷയിൽ പറഞ്ഞത് അണക്കണിക്കില്ല ഉസ്താദെ, പള്ളിയിലല്ല ദുആർക്കു സുറാക്കിയാർ. അപ്പൊ എങ്ങനെ ദുആർക്കു സുറാക്കി? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ. ഇത് ദുആർക്കുമ്പോ സമൂസത്തെ മണബന്ത് ഉസ്താദെ, സമൂസത്തെ മണബന്ത് കഷ്ടട്ടെ നെനപ്പായിട്ട്. നമ്മൾ അങ്ങനെ സമൂസനെ ഓർമ്മയായിട്ട് പറ്റൂല. ഇനിയിപ്പോ വാട്സപ്പിൽ തുടങ്ങും. എന്താ വാട്സപ്പിൽ തുടങ്ങണമെന്ന് ചോദിച്ചാല്, സമൂസന്റെ ഫോട്ടോ ഇട്ടിട്ട് എന്നിട്ട് ഇങ്ങനെ ട്രോളേഴ്സ്മാർ ഉണ്ടാവുമല്ലോ കുറെ, അതൊരു ട്രെൻഡാണ്. ട്രോളേഴ്സ്മാർ ഉണ്ടാക്കുക, കളി ഉണ്ടാക്കുന്ന ആളുകൾ. അപ്പൊ വാട്സപ്പിൽ ഇതും ഇട്ടിട്ട് ഇനി ഇതിന്റെ കാലാവധിയാണ് വരാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് സമൂസവും കട്ട്ലേറ്റും ചിക്കൻ റോളും അതുപോലെ തന്നെ പലതും. അപ്പൊ ഉമ്മമാരൊക്കെ ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ടാവും, ഇപ്പൊ ഈ റമളാനിൽ ഏത് പുതിയ സ്പെഷ്യൽ വെറൈറ്റി ഫുഡാണ് ഉണ്ടാക്കേണ്ടത്. അതൊക്കെ നല്ലതാണ്, നോമ്പ് തുറപ്പിക്കാൻ വേണ്ടതൊക്കെ നല്ല തന്നെയാണ്. പക്ഷെ എന്നാലും നമുക്ക് ആത്മീയമായ ഒരു ഉയർച്ചയും വളർച്ചയും അത് വേണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വന്നത്, മഹാന്മാരായ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് റമളാനിന് വേണ്ടിയിട്ടുള്ള ഒരുക്കം റജബ് മുതൽ തുടങ്ങണമെന്നാണ്. റമളാനിന് വേണ്ടിയിട്ടുള്ള ഒരുക്കം റജബ് മാസം മുതൽക്ക് തുടങ്ങണം. അതെങ്ങനെ തുടങ്ങണം? കേവലം അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ വഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി വ തിലാവത്തിൽ ഖുർആൻ എന്ന് ദുആർക്കൽ കൊണ്ട് മാത്രമാണോ? അല്ല. ആ ദുആയിലൂടെ നമുക്ക് ആത്മീയമായ ചൈതന്യം റജബിലൂടെ തുടങ്ങാൻ കഴിയണം. അൽഹംദുലില്ലാ, നിങ്ങൾക്ക് നല്ല തുടക്കം കിട്ടിയത്. ഞാൻ ഇന്നലെ ദേർലഘട്ടയിൽ വേല പറയുമ്പോൾ അവിടെയും പറഞ്ഞു, റജബിന്റെ ആദ്യത്തെ രാവ് നിങ്ങൾ വലിയ തുടക്കക്കാരാണ്. അപ്പൊ ഇവിടെ നിങ്ങളും അൽഹംദുലില്ലാ റജബ് തുടങ്ങുമ്പോഴേക്ക് നല്ല ബദരീങ്ങളുടെ സദസ്സിൽ ഒരുമിച്ചുകൂടി. എന്നിട്ടാണ് ഈ റജബിന്റെ നല്ലൊരു തുടക്കം. മഹാരഥന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിച്ചു, റമളാനിന് വേണ്ടിയിട്ടുള്ള ഒരുക്കം റജബ് മുഖേന തന്നെ ഒരുങ്ങണം. എന്താ കാരണം? ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കറുൽ വറാഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പറയുന്നു, 3 മാസങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. 1 റജബ്, 2 ശഅബാൻ, 3 റമളാൻ. ഈ 3 മാസങ്ങളെ പരിചയപ്പെടുത്തുന്നു ബഹുമാനപ്പെട്ട അബൂബക്കറുൽ വറാഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു. എന്നിട്ട് മഹാനവരുകൾ എന്താണ് പറയുന്നതെന്നറിയാമോ? ഷഹ്റു റജബ്, റജബ് മാസം ഇല്ലേ, അത് ഷഹ്റുൻ ലിസ്സർഇ, കൃഷി ചെയ്യാനുള്ള മാസമാണ് റജബ് മാസം. റജബ് മാസം കൃഷി ചെയ്യാനുള്ള മാസമാണ്. വശഅബാനു ഷഹ്റു സഖിയ ലിസ്സർഇ. ആ റജബ് കഴിഞ്ഞതിന് ശേഷം ഉമ്മമാരെ നിങ്ങൾ ഇത് മനസ്സിലാക്കുന്നുണ്ടല്ലോ, സഹോദരിമാരെ നിങ്ങൾ ഇത് ഉൾക്കൊള്ളുന്നുണ്ടല്ലോ. ആ റജബ് കഴിഞ്ഞതിന് ശേഷം വരാൻ പോകുന്ന ശഅബാൻ മാസമില്ലേ, ആ ശഅബാൻ മാസം ചെയ്ത കൃഷിയെ നനയ്ക്കുന്ന മാസമാണ്. അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന മാസമാണ്. ഇനി റമളാൻ, ആ ശഅബാനിന് ശേഷം വരാൻ പോകുന്ന റമളാൻ മാസം ഇല്ലേ, ആ റമളാൻ മാസമോ അതാ ഷഹ്റു ഹസാദിസ് സർഇ, ചെയ്ത കൃഷിയെ കൊയ്തെടുക്കുന്ന മാസമാണ്. അപ്പൊ റമളാൻ എന്ന് പറഞ്ഞാൽ ചെയ്ത കൃഷിയെ കൊയ്തെടുക്കുന്ന മാസമാണ്. ആ കൃഷിയെ കൊയ്തെടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം കൃഷി ചെയ്യണ്ടേ മുസ്ലിമീങ്ങളെ?
ആ കൃഷി ചെയ്യേണ്ടത് റമളാനിലല്ല, റമളാനിൽ ചെയ്ത കൃഷിയെ കൊയ്തെടുക്കലാണ്. അപ്പൊ നമ്മൾ റമളാനിൽ കൃഷികളെ കൊയ്തെടുക്കണമെങ്കിൽ എപ്പോഴാണ് കൃഷി ചെയ്യേണ്ടത്? ആ കൃഷി ചെയ്യേണ്ടത് റജബ് മാസത്തിലാണ്. ആ റജബിൽ ചെയ്ത കൃഷിയെ നനയ്ക്കേണ്ടത് ശഅബാൻ മാസത്തിലാണ്. അപ്പൊ മനുഷ്യൻ നന്നാകാൻ വേണ്ടി റമളാൻ തുടങ്ങുമ്പോ ഒരുങ്ങിയാ പോരാ, മറിച്ച് റജബ് മാസം വരുമ്പോഴേക്ക് ഒരുങ്ങണം. അതാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ വറാഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത്. ഇത് പറഞ്ഞതിന് ശേഷം മഹാനവരുകൾ വീണ്ടും പറയുകയാണ്, റജബ് മാസം എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദാഹരണം അത് മസലുർ റീഹി, അത് കാറ്റ് പോലെയാണ്. അതേ സമയത്ത് ശഅബാൻ മാസമോ, ശഅബാൻ മാസം അതാ മേഘം പോലെയാണ്. ഇനി റമളാൻ മാസമോ, റമളാൻ മാസം മഴ പോലെയാണ്. അപ്പൊ റമളാനിൽ മഴ പെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം റമളാൻ മാസത്തിൽ ഇത്തവണ മഴയുണ്ടാവുമോന്നല്ല. ഇത്തവണ ചിലപ്പോ നല്ല ചൂടായിരിക്കും റമളാനിൽ. പിന്നെ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഒരു ഉദാഹരണം പറയുകയാണ്. റമളാൻ മാസമായാൽ നല്ല മഴ പെയ്യുന്ന മാസമാണ്. അതേസമയം ആ റമളാനിന്റെ തൊട്ടു മുമ്പ് ശഅബാനോ മഴ പെയ്യണമെങ്കിൽ മേഘം ഉണ്ടാകണം. അത് മേഘമുണ്ടാകുന്ന മാസമാണ്. അതിനു മുമ്പ് ഒരു കാറ്റ് വരണ്ടേ, ആ കാറ്റ് വരേണ്ടുന്ന മാസമാണ് റജബ് മാസം. അപ്പൊ റമളാനിൽ മഴ പെയ്യണമെങ്കിൽ, ആ റമളാനിൽ മഴ പെയ്യണമെങ്കിൽ റജബില് കാറ്റ് വരണം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അബൂബക്കർ വറാഖ് ബൽഖി റളിയല്ലാഹു അൻഹു മഹാനവരുകൾ ഈ രണ്ട് വിഷയങ്ങളും പറയാനുള്ള കാരണം, ഈമാനുള്ള ചെറുപ്പക്കാരാ, കാരണവന്മാരെ, ഉമ്മമാരെ, സഹോദരിമാരെ, പരിശുദ്ധ റമളാൻ മാസത്തിലേക്കുള്ള ഒരുക്കം റജബ് മുഖേന തുടങ്ങേണ്ടതാണ്. അതുകൊണ്ടല്ലേ മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചു, ജീവിതകാലങ്ങളിൽ ഒരുപാട് തെറ്റ് ചെയ്ത്, ആ തെറ്റ് ചെയ്ത് നമ്മുടെ ഏടുകൾ കറുത്തുപോയിരിക്കുകയാണ്. ആ കറുത്ത ഏടിനെ ഒന്ന് വെളുപ്പിക്കണം. അതിനെ നമ്മൾ വൈറ്റ് വാഷ് ചെയ്തിട്ട് കാര്യമില്ല. ഒരു വണ്ടിയുടെ ബോഡി, ആ ബോഡിയുടെ തിളക്കം ഒരൽപ്പം അതിന് മങ്ങൽ വന്നാൽ, പോരൽ വന്നാൽ, എന്നാൽ അതിനെ ഷൈനിങ് ചെയ്യിപ്പിക്കേണ്ടുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് പോളിഷ് ചെയ്യലാണ്. അതേ സമയത്ത് നമ്മുടെ ഏട് കിതാബിനെ പോളിഷ് ചെയ്തിട്ട് കാര്യമില്ല. അതേ സമയം ധാരാളം തെറ്റുകൾ ചെയ്ത് നമ്മുടെ ഏടുകൾ കറുത്തുപോയിട്ടുണ്ട്. ആ കറുത്തുപോയ ഏടുകളെ ഒന്ന് വെളുപ്പിക്കണം. അതിനെന്താണ് ഏറ്റവും നല്ല വഴി? മഹാരഥന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ്, ബയ്യന് സ്വഹീഫതക സൗദാ ഫീ റജബി ബിസാലിഹിൽ അമലിൽ മുൻജി മിനൽ ലഹബി. ഓ മനുഷ്യ, നിന്റെ കറുത്ത ഏടിനെ നീ വെളുപ്പിക്കണം. ആ കറുത്ത ഏടിനെ നീ വെളുപ്പിക്കേണ്ടത് ഫീ റജബിൻ, റജബ് മാസത്തിലാണ്. ഓരോ റജബ് മാസം വരുമ്പോഴും നീ ധാരാളം തെറ്റ് ചെയ്ത് കറുത്തുപോയ നിന്റെ ഏടില്ലേ, ആ നിന്റെ അധ്യായത്തെ നീ വെളുപ്പിക്കണം. അതെങ്ങനെയാണ് വെളുപ്പിക്കുന്നത്? മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചു, ബിസാലിഹിൽ അമലിൽ മുൻജി മിനൽ ലഹബി. ഉമർ എന്താ അവിടെ നിൽക്കണം? ഇവിടെ സ്ഥലമുണ്ട്. അവിടെ ഒരു കസേര ബാക്കിയില്ലല്ലേ? ആ കുട്ടിയെ അപ്പുറത്തിരിക്കണത് നമ്മളെ പരിചയക്കാരനായതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. അങ്ങനെ ഉണ്ടല്ലോ, പരിചയക്കാരൻ നിൽക്കുന്ന കാണുമ്പോൾ മനസ്സിലാവും. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ ഇതുവരെ തെറ്റുകൾ ചെയ്ത് കറുത്തു പോയിട്ടുള്ള അധ്യായത്തെ വെളുപ്പിക്കേണ്ടത് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടാണ്. ആദരണീയരായ BS ഉസ്താദ് നമ്മുടെ വേദിയിൽ വരുന്നു. അല്ലാഹു അക്ബർ. അല്ലാഹു തആല ഉസ്താദ് അവர்கள் ഉൾപ്പെടെയുള്ള നമ്മുടെ എല്ലാ നേതാക്കന്മാർക്ക് നല്ല ആരോഗ്യം. ഞാൻ പറഞ്ഞു വന്നത്,
ആ കറുത്ത അധ്യായങ്ങളെ വെളുപ്പിക്കേണ്ടത് റജബ് മാസത്തിലാണ്. അതാ പറഞ്ഞത് റജബ് മാസം കൃഷി ചെയ്യേണ്ടുന്ന മാസമാണ്. അതെങ്ങനെയാണ് വെളുപ്പിക്കേണ്ടത്? ബിസാലിഹിൽ അമലിൽ മുൻജി മിനൽ ലഹബി. അതാ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ധാരാളം സൽക്കർമ്മങ്ങളുണ്ട്. ആ സൽക്കർമ്മങ്ങൾ ധാരാളം വർദ്ധിപ്പിക്കണം. ആ സൽക്കർമ്മങ്ങൾ ചെയ്ത് 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 ഓ മുസ്ലിമേ, കറുത്തുപോയ ഏടുകളെ വെളുപ്പിക്കേണ്ടതുണ്ട്. ഇത് പറഞ്ഞതിന് ശേഷം വീണ്ടും പറയുകയാണ്, ശഹ്റുൻ ഹറാമുൻ അതാ മിൻ അശ്ഹുരിൻ ഹുറുമി ഇദാ ദഅല്ലാഹ ദാഇം ഫീഹി ലം യഖിബി. ഒരുപാട് മഹത്വമുള്ള മാസങ്ങളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു മാസമാണല്ലോ റജബ് മാസം. ഇദാ ദഅല്ലാഹ ഫീഹി ദാഇം ഫീഹി. ആ റജബ് മാസത്തിൽ അല്ലാഹു തആലയോട് ഒരാള് ദുആ ചെയ്താൽ, ഇവിടെ മഹാന്മാരായ സാദാത്തുക്കളുടെ നേതൃത്വത്തിൽ ദുആ മജ്ലിസ് നടക്കാൻ പോവുകയാണ്. അപ്പൊ റജബ് മാസത്തിൽ വെച്ച് ദുആ ചെയ്യുമ്പോ ലം യഖിബി, ആ ദുആ ചെയ്ത മനുഷ്യനും ഒരിക്കലും പരാജയപ്പെട്ടു പോകൂല, നഷ്ടത്തിലാകൂല, ഖായിബാകൂല. എന്നിട്ട് മഹാനവരുകൾ പഠിപ്പിക്കുകയാണ്, തൂബാ ലിഅബ്ദിൻ സകാ ഫീഹി ലഹു അമലുൻ ഫകഫ ഫീഹി അനിൽ ഫശാഇ വരിയബി. തൂബാ ലിഅബ്ദിൻ, ഒരു അടിമക്ക് വല്ലാത്ത സന്തോഷമുണ്ട്. ഏത് അടിമയാണ്? സകാ ഫീഹി ലഹു അമൽ. ആ റജബ് മാസം വന്നപ്പോഴേക്ക് അതാ അവൻ സ്വന്തത്തെയൊന്ന് സംസ്കരിച്ചെടുത്തു. ആ റജബ് മാസം വന്നപ്പോഴേക്ക് അവൻ നന്നാകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഇക്കണ്ട കാലം വരെ ജീവിതത്തിൽ വന്നുപോയ അപാകതകളെല്ലാം അല്ലാഹു തആല ഒന്ന് പുറത്തു തരാൻ അവൻ നന്നാകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഫകഫ ഫീഹി അനിൽ ഫശാഇ വരിയബി. അതാ തെറ്റുകളിൽ നിന്നെല്ലാം അവൻ മാറി നിൽക്കുകയാണ്. ഹറാമുകളിൽ നിന്നവൻ മാറി നിൽക്കുകയാണ്. തോന്നിവാസങ്ങളിൽ നിന്നവൻ മാറി നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, വരാൻ പോകുന്ന പരിശുദ്ധ റമളാൻ മാസം, ആ റമളാൻ മാസത്തിന്റെ മഹത്വവും റമളാൻ മാസത്തിന്റെ ഗുണവും റമളാൻ മാസത്തിന്റെ നേട്ടവും നമുക്ക് കിട്ടണമെങ്കിൽ എല്ലാവരും മനസ്സിലാക്കണം. വിശിഷ്യ എന്റെ സദസ്സിലുള്ള ഉമ്മമാര് മനസ്സിലാക്കണം, സഹോദരിമാര് മനസ്സിലാക്കണം. റമളാൻ വരുമ്പോഴേക്ക് മാത്രം ഒരുങ്ങിയാൽ പോരാ. റമളാനിൽ നമുക്ക് അതാ കൃഷികൾ കൊയ്തെടുക്കണമെങ്കിൽ റജബിൽ തന്നെ കൃഷി ചെയ്യണം കേട്ടോ. അപ്പൊ റജബിൽ ഒരുങ്ങണം. ആ റജബ് മാസത്തിലാണ് നമ്മൾ ഉള്ളത്. അപ്പൊ നമ്മൾ എന്ത് വേണം ചെയ്യാൻ? നമ്മൾ നല്ല തൗബ ചെയ്യണം ഒന്നാമതായി. അങ്ങനെയല്ലേ? തൗബ ചെയ്യണം ആദ്യമായിട്ട്. അമലുകൾ ചെയ്യാൻ പോകുമ്പോ ആദ്യം ചെയ്യേണ്ടത് തൗബയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്ക്, ഒരു അസുഖം വന്നാൽ ഡോക്ടറെ അടുത്ത് പോകും. അപ്പൊ ഡോക്ടറിന്റെ അടുത്ത് പോയാല് ഡോക്ടർ ആ അസുഖത്തിന് മരുന്ന് തരുമ്പോ ചിലപ്പോ നമുക്ക് വേറെന്തോ അസുഖമായിരിക്കും. അപ്പൊ അതിന് മരുന്ന് തരുമ്പോ ഒരു ഗ്യാസ്ട്രിക്കിന്റെ ഗുളികയും കൂടി ഡോക്ടർ തരും. അപ്പൊ എന്തിനാ എനിക്ക് ഗ്യാസ്ട്രിക്കിന്റെ ഗുളിക തരേണ്ട ആവശ്യമില്ല, അസുഖം ഇന്നതാണെന്ന് പറഞ്ഞാൽ അല്ല, ആ അസുഖത്തിന്റെ മരുന്ന് കഴിച്ചാൽ ആ മരുന്ന് കഴിച്ചതിന്റെ ഫലം കിട്ടണമെങ്കിൽ ഗ്യാസ്ട്രിക്കിന്റെ പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ഗ്യാസ്ട്രിക്കിന്റെ ഗുളികയും കൂടി കഴിച്ചിട്ടേ ആ മരുന്ന് കഴിക്കാവൂ എന്നാണ് ഡോക്ടറിന്റെ കണ്ടുപിടുത്തം. അപ്പൊ മറ്റേ മരുന്നിന്റെ ഫലം നമ്മുടെ ദേഹത്ത് പതിയണമെങ്കിൽ ഗ്യാസ്ട്രിക്കിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അതിനാദ്യം അത് തുടച്ചു നീക്കണം. അതിനാണ് അതിന്റെ കൂടെ ഗ്യാസ് ട്രബിളിന്റെ ഗുളിക, അത് ഇല്ലാതെയാക്കി കളയുന്ന ഗുളിക ഡോക്ടർ തരാൻ കാരണം.
എന്നാൽ ഉമ്മമാരെ, സഹോദരിമാരെ, ഈ റജബ് വരുമ്പോഴേക്ക് നമ്മൾ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇന്ന് വരെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളിൽ നിന്നെല്ലാം നമ്മൾ വളരെ ഖാലിസായ നിലക്കുള്ള തൗബ ചെയ്യണം. ആ തൗബ നിങ്ങൾക്ക് അറിയുന്ന ഭാഷയിൽ, മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ അറിയുന്ന ഭാഷയിൽ അല്ലാഹുവിനോട് നല്ല ഖേദിച്ച് കരഞ്ഞു ദുആ ചെയ്താൽ തന്നെ തൗബയാണ്. ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ടല്ലേ ആ മഹാന്മാർ അവർ അതാ ജീവിതത്തിൽ തൗബയെ പതിവാക്കിയവരാണ്. അവര് ജീവിതത്തിൽ തൗബയെ പതിവാക്കിയവരാണ്. എന്തിനാണ് അവർ തൗബ പതിവാക്കിയത്? ഓ ചെറുപ്പക്കാരാ, നമ്മുടെ ജീവിതത്തിൽ എത്ര നാം വ്യഭിചരിച്ചു, എത്ര നമ്മൾ മദ്യപിച്ചു, എത്ര നമ്മൾ തെറ്റ് ചെയ്തു. അതേ സമയം നിങ്ങൾക്കറിയുമോ, നമ്മൾ എത്ര വ്യഭിചരിച്ചിട്ടും തൗബ ചെയ്യാൻ ഒരു മനസ്ഥിതിയില്ല. നമ്മൾ എത്ര തോന്നിവാസം ചെയ്തിട്ടും അതാ തൗബ ചെയ്യാൻ ഒരു മനസ്ഥിതിയില്ല. എന്തേ കാരണം? കാരണം ഖൽബ്, ആ ഖൽബ് കറുത്തുപോയി. അത് ഈമാനിന്റെ ദൗർബല്യമാണ്. അതേ സമയം തെറ്റ് ചെയ്താൽ ഉടൻ തൗബ വന്നുപോയി. മഹാന്മാരുടെ ജീവിതം അങ്ങനെയാണ്. അതേ സമയം നിങ്ങൾ മനസ്സിലാക്കണം, ഓ ബാപ്പമാരെ, ഓ ഉമ്മമാരെ, ആ തൗബ മഹാന്മാര് ചെയ്യണമെങ്കിൽ അവർ വ്യഭിചരിക്കണം എന്നില്ല, അവർ മദ്യപിക്കണം എന്നില്ല. അതേ സമയം ചിലപ്പോൾ അവർക്ക് തെറ്റാണെന്ന് തോന്നിയ ഒരു പ്രവർത്തനമാണെങ്കിലും, ആ ഒരു വാക്ക് പോലാണെങ്കിലും, ആ വാക്ക് വന്നു പോയതിന്റെ പേരിൽ തൗബ ചെയ്ത മഹാന്മാരില്ലേ? സുബ്ഹാനല്ലാഹ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ബഹുമാനപ്പെട്ട സിർറു സിഖ്തി റളിയല്ലാഹു അൻഹു മഹാനവരുകളുടെ ചരിത്രത്തിൽ കാണാം. വലിയ മഹാനാണ് സിർറു സിഖ്തി റളിയല്ലാഹു അൻഹു. ഓ ചെറുപ്പക്കാരെ, നമ്മളെല്ലാവരും മാതൃകയാക്കേണ്ടത് ഇതുപോലെയുള്ള മഹാന്മാരെയാണ്. അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ട്രെൻഡ് വന്നപ്പോഴേക്ക് നമ്മൾ ആ ട്രെൻഡിന്റെ പിന്നാലെ പോകേണ്ടവർ അല്ല. അത് വാക്കായാലും ശരി, വാചകങ്ങളായാലും ശരി, വേറെ എന്തായാലും ശരി, നമ്മൾ കണ്ടു കാണുന്ന ട്രെൻഡിന്റെ പിന്നാലെ പോകരുത്. കുറച്ച് മുമ്പോട്ടൊന്ന് അത്ര ഞാൻ പറഞ്ഞു വന്നത്, ഒരു വാചകം നമ്മുടെ പരിസരങ്ങളിൽ ട്രെൻഡായി വന്നാൽ നമ്മൾ അതിന്റെ പിന്നാലെ പോകരുത്. ഒരു ചെയ്തി, ഒരു പ്രവർത്തനം, ഒരു പ്രവൃത്തി നമ്മുടെ പരിസരങ്ങളിൽ ട്രെൻഡായി മാറിയാൽ അതിനെക്കുറിച്ച് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണെന്ന് മനസ്സിലാക്കാതെ നമ്മൾ അതിന്റെ പിന്നാലെ പോകരുത്. സുബ്ഹാനല്ലാഹ്, അതിന് പലയിടത്തും എപ്പോഴും ഉദാഹരണങ്ങൾ പറയുന്നത് കൊണ്ട് എല്ലാവരും ലൈവായിട്ടും മറ്റുമൊക്കെ കേൾക്കുന്നത് കൊണ്ട് ഞാൻ ഇപ്പോൾ ഒന്നും കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല. കുറഞ്ഞ സമയം മാത്രമേ ഇവിടെ സംസാരിക്കാനുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ മാതൃകയാക്കേണ്ടത് ഇതുപോലെയുള്ള മഹാരഥന്മാരെയാണ് ചെറുപ്പക്കാരെ. ബഹുമാനപ്പെട്ട സിർറു സിഖ്തി റളിയല്ലാഹു അൻഹു, ആ മഹാനവരുകൾ തൗബ ചെയ്തു. എത്ര വർഷം തൗബ ചെയ്തു എന്നറിയോ? മുൻദു 30 സന. മഹാനവരുകൾ പറയുകയാണ്. അപ്പൊ നമ്മൾ എവിടെയാണ്, ആ മഹാന്മാരെവിടെയാണെന്ന് ആലോചിക്കണ്ടേ? സിർറു സിഖ്തി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന മുൻദു 30 സന അസ്തഗ്ഫിറുല്ലാഹ തആല അൻ ഖൗലി മറത്തൻ വാഹിദതൻ അൽഹംദുലില്ലാഹ്. 30 വർഷക്കാലമായി ഞാൻ അല്ലാഹുവിനോട് തൗബ ചെയ്യുകയാണ്. റബ്ബേ, എനിക്ക് പുറത്തു തരണേ അല്ലാഹ്. എന്തേ 30 വർഷക്കാലമായി ഞാൻ അല്ലാഹുവിനോട് തൗബ ചെയ്യാനുള്ള കാരണം?
ഞാൻ മദ്യപിച്ചിട്ടല്ല, ഞാൻ കളവ് പറഞ്ഞിട്ടല്ല, ഞാൻ ഗീബത്ത് പറഞ്ഞിട്ടല്ല, ഞാൻ നമീമത്ത് പറഞ്ഞിട്ടല്ല, മറ്റൊരുത്തന്റെ വസ്തുക്കൾ അക്രമപരമായി ഉപയോഗിച്ചത് കൊണ്ടല്ല, നാട്ടിൽ ഫിത്നയുണ്ടാക്കിയത് കൊണ്ടല്ല, തങ്ങന്മാരെ ചീത്ത പറഞ്ഞത് കൊണ്ടല്ല, ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് നിസ്സാരപ്പെടുത്തിയത് കൊണ്ടല്ല, കക്ഷി രാഷ്ട്രീയത്തിന്റെ പേരിൽ അതാ കുഴപ്പങ്ങൾ സൃഷ്ടിച്ചതിന്റെ പേരിലല്ല. പറയുകയാണ്, 30 വർഷക്കാലമായി ഞാൻ അല്ലാഹുവിനോട് പൊറുക്കലിന് ചോദിക്കുകയാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. പടച്ച റബ്ബേ, ഈ പാവപ്പെട്ട എനിക്കൊന്ന് പുറത്തു തരണേ അല്ലാഹ്. എന്തേ ഞാൻ 30 വർഷക്കാലമായി അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കാൻ കാരണം? അൻ ഖൗലി, ഞാനൊരു വാചകം പറഞ്ഞു പോയതിന്റെ പേരിലാണ്. ആ വാചകം എത്ര തവണ പറഞ്ഞു? മർറത്തൻ വാഹിദ, ഒരൊറ്റ തവണയെ ഞാൻ ആ വാചകം പറഞ്ഞിട്ടുള്ളൂ. അതും ഞാൻ പറഞ്ഞ വാചകം ഏതാണ്? അൽഹംദുലില്ലാഹ്. ഞാൻ എന്റെ ജീവിതത്തിൽ ഒറ്റ തവണ അൽഹംദുലില്ലാ എന്നൊരു വാചകം പറഞ്ഞു പോയി. ആ അൽഹംദുലില്ലാ എന്നൊരു വാചകം പറഞ്ഞതിന്റെ പേരിലാണ് കഴിഞ്ഞ 30 വർഷക്കാലമായി ഞാൻ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുകയാണ്. ഞാൻ അഭിഷേകത്തിൽ വലിയ സങ്കടത്തിലാണ്. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ തെറ്റാ? അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ കുറ്റാണോ? ഇല്ല, അൽഹംദുലില്ലാ എന്ന് പറയണം. അതുകൊണ്ട് എന്തുണ്ടെങ്കിലും അൽഹംദുലില്ലാ എന്ന് പറയണം. അൽഹംദുലില്ലാ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് പറയണ്ട, അങ്ങനല്ല പറയണ്ട. പിന്നെ അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ചിലപ്പോ നേരത്തെ ഉള്ളതിനേക്കാളും ഒക്കെ കുറവായിരിക്കും, എന്നാലും പറയേണ്ടത് അൽഹംദുലില്ലാ. ഈമാനുള്ളവന്റെ ലക്ഷണമാണതെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എല്ലാ സമയത്തും അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ എന്ന് പറയുന്നത് ഈമാനിന്റെ അടയാളമാണ്. എങ്ങനെ പോകണമെന്ന് ചോദിക്കും ചില ആളുകളോട്. എങ്ങനെ പോകണോ? ഇങ്ങനെ പോവന്നെ. ആ അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. എങ്ങനെയുണ്ട് ഇപ്പോ? അൽഹംദുലില്ലാ. ആരോഗ്യത്തെ കുറിച്ച് ചോദിക്കും, എങ്ങനെയുണ്ട് ഇപ്പോ? അത് മക്കള് ചോദിച്ചാൽ ശരിയായിട്ടും പറയണം. മക്കൾ ചോദിച്ചാൽ, കാരണം അവരാണ് ബാപ്പാനെ ചികിത്സിക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുപോകേണ്ടത്. അപ്പൊ മക്കളോട് നല്ല രോഗമുണ്ട്, മക്കളോട് പറയും അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാലും അവർ മനസ്സിലാക്കും ആ ഒരു പ്രശ്നമില്ല, പിന്നെ വലിയ പ്രശ്നമാവും. അവർ മക്കളോട് അങ്ങനെ തന്നെ പറയും. അതേസമയം പുറത്തുനിന്ന് ആരൊക്കെ വന്നാല് അവര് ചോദിക്കും എങ്ങനെയുണ്ട് ഇപ്പോ? അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. പരാതി പറയരുത്, പരാതി പറയരുത്. ഏതുവരെ? ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം, മഹാനവരുകൾ ഇങ്ങനെ രോഗിയായി കിടക്കുകയാണ്. ആ രോഗിയായി കിടക്കുന്ന സമയത്ത് മഹാനവരുകളുടെ അടുത്തേക്ക് ആര് വന്നിട്ടും എന്തെങ്കിലും ചോദിച്ചാൽ, രോഗത്തെ കുറിച്ച് ചോദിച്ചാൽ മഹാനവരുകൾ സങ്കടം പറയും. അതേസമയം താഊസ് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു ഹദീസ് കിട്ടിയിട്ടുണ്ട്, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസാണ്. എന്താ? നമ്മുടെ എല്ലാ വാചകങ്ങളും റെക്കോർഡ് ചെയ്ത് വെക്കുന്ന 2 മലക്കില്ലേ, റഖീബ് അതീദ് എന്ന മലക്കുകൾ. ആ മലക്കുകൾ അവരൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കും. ഏതുവരെ ചോദിച്ചാൽ ഹത്താ അനീനിൽ മരീദ്, ഒരു രോഗി രോഗത്തിലുള്ള സമയത്ത് സങ്കടം പറയുമ്പോ അതുവരെ മലക്കുകൾ എഴുതി വെക്കും, റെക്കോർഡ് ചെയ്ത് വെക്കും. ഈ ഒരു ഹദീസ് എനിക്ക് എത്തിയിട്ടുണ്ട് എന്ന് താവൂസ് റളിയല്ലാഹു അൻഹു അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ പിന്നെ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ആ സങ്കടം പോലും പറഞ്ഞില്ല എന്ന് ആ ചരിത്രം, മരിക്കുന്നവരെ പിന്നെ പറഞ്ഞില്ല, ചരിത്രത്തിൽ കാണാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ എന്തുണ്ടെങ്കിലും അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ചില സ്ത്രീകൾക്കൊരു സ്വഭാവമുണ്ട്, ആരെങ്കിലും നിന്റെ മാപ്പിള എങ്ങനെ എന്ന് ചോദിക്കും, നിന്റെ ഭർത്താവ് എങ്ങനെ, മാപ്പിള നാ മങ്ങിലായിട്ട് കുടുങ്ങിപ്പോയെന്ന് പറയും. അങ്ങനെ പറയരുത്, ഭർത്താവിനെ കുറിച്ച് അങ്ങനെ പറയരുത്. അൽഹംദുലില്ലാ എന്ന് പറയും, അൽഹംദുലില്ലാ.
ചിലപ്പോ അൽഹംദുലില്ലാ ആയിരിക്കില്ല, വളരെ സങ്കടമായിരിക്കും. എന്നാലും അൽഹംദുലില്ലാ അതിന് വലിയ ഫലം കാണും. വേറെ ചില ഭർത്താക്കന്മാരോടും ചോദിക്കും, എങ്ങനെ ഇപ്പൊ കല്യാണം എല്ലാം കഴിഞ്ഞിട്ട് എങ്ങനെ റാഹത്ത് തന്നെയല്ലേ? ഞാൻ ഒന്നും പറയണില്ല, അങ്ങനെ പറയാം. അങ്ങനല്ല പറയണത്, അൽഹംദുലില്ലാ. ചിലപ്പോ അൽഹംദുലില്ലാ ആയിരിക്കില്ല. ആദ്യം പറഞ്ഞത് അങ്ങനെയാ. ഈ ബ്രോക്കർമാർക്ക് ഒരു സ്വഭാവമുണ്ട്, കല്യാണം കഴിക്കാൻ ഒരുക്കാവുമ്പോ തഹജ്ജുദ് മുടങ്ങാതെ നിസ്കരിച്ച പെണ്ണാണ് അവിടെ പഠിച്ചതാ ഇവിടെ പഠിച്ചതാന്നൊക്കെ പറയും. പഠിച്ചറമ്പേ കല്യാണം കഴിഞ്ഞിട്ട് പുതിയാപ്പളന്റെ വീട്ടിലേക്ക് വന്നപ്പോ തഹജ്ജുദ് തന്നെയല്ലേ, സുബഹി തന്നെ നിസ്കരിക്കുന്ന കഷ്ടത്തില. അപ്പൊ നമ്മൾ അങ്ങനെ കളവ് പറഞ്ഞിട്ടൊന്നും ഒരിക്കലും നമ്മുടെ വിവാഹം ചെയ്തു കൊടുക്കാനും പാടില്ല, അത് കളവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, എന്നാലും നമ്മുടെ ഉള്ളത്തെ സങ്കടം പുറത്തു പറയണ്ടല്ലോ. അൽഹംദുലില്ലാ കേൾക്കണില്ല, അൽഹംദുലില്ലാ എന്ന് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ബഹുമാനപ്പെട്ട റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പറഞ്ഞു, ഞാൻ എന്റെ ജീവിതത്തിൽ ഒരൊറ്റ തവണ അൽഹംദുലില്ലാ ആ വാചകം പറഞ്ഞതിന്റെ പേരിൽ കഴിഞ്ഞ 30 വർഷക്കാലമായി ഞാൻ അല്ലാഹുവിനോട് തൗബ ചെയ്യുകയാണ്. ഓ ചെറുപ്പക്കാരെ, അതെന്തൊരു തൗബയല്ലേ! എന്തിനാണ് അൽഹംദുലില്ലാ ചൊല്ലിയതിന്റെ പറഞ്ഞതിന്റെ പേരിൽ തൗബ ചെയ്യേണ്ടുന്ന ആവശ്യം? ഫഖീല ലഹു, അപ്പൊ മഹാനവരുകളോട് ചോദിക്കപ്പെട്ടു, കൈഫ ദാലിക, അതെന്തേ അങ്ങനെ? അൽഹംദുലില്ലാ എന്ന് പറയൽ തെറ്റല്ലല്ലോ, അതൊരു കുറ്റമല്ലല്ലോ, എന്നിട്ടും അത് പറഞ്ഞതിന്റെ പേരിൽ തൗബ ചെയ്യേണ്ടുന്ന ആവശ്യം എന്താണ്? ഫഖാല, അപ്പോഴാണ് സിർറുസിഖ്തി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വഖഫൽ ഹരീഖു ഫീ ബഗ്ദാദ്, ബഗ്ദാദ് എന്ന നാട്ടിൽ തീ പടർന്നു പിടിച്ചു. ആ ബഗ്ദാദിൽ തീ പടർന്നു പിടിച്ചപ്പോ എല്ലാ കടകളും കത്തി നശിച്ചു. ബഗ്ദാദിലുള്ള എല്ലാ ഷോപ്പുകളും കത്തി, അതിന് നാശം വന്നുപോയി. അതുപോലെ തന്നെ വീടുകളും കത്തി നശിച്ചുപോയി. അതേസമയം ഫഅഖ്ബറൂനി, അതാ ബഗ്ദാദുകാരെ എന്നെ കാണാൻ വന്നു. ആ ബഗ്ദാദിൽ എനിക്കുമുണ്ടൊരു ഷോപ്പ്, എനിക്കുമുണ്ടൊരു കട, എനിക്കുമുണ്ടൊരു ഷോപ്പ്. ആ ബഗ്ദാദിൽ തീ പടർന്നു പിടിച്ചു, എല്ലാ കടകളും കത്തി നശിച്ചു പോയി എന്ന് ആ ബഗ്ദാദുകാര് എന്നോട് വന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, എല്ലാ കടകളും കത്തി നശിച്ചു പോയി, അതേസമയം നിങ്ങളുടെ ഒരു ഷോപ്പ് മാത്രം കത്തിയിട്ടില്ല. എല്ലാ ഷോപ്പുകളും കത്തി, നിങ്ങളുടെ ഷോപ്പിന് മാത്രം ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ബഗ്ദാദുകാര് വന്നിട്ട് എന്നോട് പറഞ്ഞു. അത് കേട്ടപ്പോഴാണ് ഞാൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞത്. അൽഹംദുലില്ലാ, സുബ്ഹാനല്ലാഹ്. അങ്ങനെയല്ലേ, അങ്ങനെ പറഞ്ഞു പോകും, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു പോകും. അതേസമയം മഹാനവരുകൾ പറയാണ്, ആ സമയത്ത് ഞാൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് അതിന്റെ വിഷയം? അതിന്റെ വിഷയം മറ്റുള്ളവരുടെ എല്ലാം ഷോപ്പുകൾ കത്തിയപ്പോഴും എന്റെ ഷോപ്പ് കത്തിയിട്ടില്ല എന്ന വിവരം കിട്ടിയപ്പോ ഞാൻ സന്തോഷിച്ചു എന്നല്ലേ അതിന്റെ അർത്ഥം. അതേസമയം ഞാനൊരു മുഅ്മിനായ മനുഷ്യനല്ലേ, എനിക്ക് വേണ്ടത് എന്റെ ഷോപ്പ് കത്താത്തത് കൊണ്ടുള്ള സന്തോഷമല്ല. എന്നെ പോലെ ധാരാളം മുഅ്മിനീങ്ങളുടെ കടകൾ വേറെയില്ലേ, ആ ഷോപ്പുകൾ കത്തിപ്പോയതിന്റെ പേരിൽ എനിക്ക് സങ്കടമല്ലേ വേണ്ടത്? ഇതങ്ങനല്ല. ഇത് അവനെ എങ്ങനെയാണ് മൂലയിലിരുത്താൻ നോക്കുക, അതാണ് പലരും ശ്രദ്ധിക്കുന്നത്. ഒരു നല്ല കച്ചവടക്കാരനുണ്ട്, ആ കച്ചവടക്കാരനെ എങ്ങനെയെങ്കിലും മേലോട്ട് കൊണ്ടുവരാൻ വേണ്ടി നോക്കുകയല്ല, മറിച്ച് അവന്റെ ഉള്ള കച്ചവടം എങ്ങനെ ഇല്ലാതെയാക്കി കളയൂ, അങ്ങനെയാ ശ്രമിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഒരിക്കലും അങ്ങനെയാകരുത്, ഒരിക്കലും അങ്ങനെയാകരുത്. അതേ സമയത്ത് ബഹുമാനപ്പെട്ട സിർറുസിഖ്തി റളിയല്ലാഹു അൻഹു മഹാനവരുകളെ നാക്കിൽ നിന്ന് അങ്ങനെ ഒരു വാചകം വന്നുപോയതാണ്, അൽഹംദുലില്ലാ എന്റെ കടക്ക് ഒന്നും പറ്റിയിട്ടില്ലല്ലോ. പക്ഷേ പിന്നീടാണ് മഹാനവരുകൾ ആലോചിക്കുന്നത്, ഞാൻ സന്തോഷിക്കലല്ലോ വേണ്ടത്, എന്റെ കട കത്തി നശിക്കാത്തതിന്റെ പേരിൽ ഞാൻ സന്തോഷിക്കലല്ലോ വേണ്ടത്. അതേ സമയത്ത് എനിക്ക് സങ്കടമല്ലേ വേണ്ടത്, എനിക്ക് ദുഃഖമല്ലേ വേണ്ടത്? കാരണം എന്റെ ഷോപ്പ് കത്തിയിട്ടില്ലെങ്കിലും
എന്റെ കടക്ക് ഒരു മംഗലും ഏറ്റില്ലെങ്കിലോ ബഗ്ദാദിലുള്ള കട എന്റേതു മാത്രമല്ലല്ലോ, ഒരുപാട് വേറെയും മുഅ്മിനീങ്ങളുടെ ഷോപ്പുകൾ ഇവിടെ ഇല്ലേ? ആ ഷോപ്പുകളെല്ലാം കത്തിയില്ലേ? അതിന്റെ പേരിൽ എനിക്ക് സങ്കടമല്ലേ ഉണ്ടാകേണ്ടത്? അപ്പൊ ഞാൻ അൽഹംദുലില്ലാ എന്ന് പറയാൻ പാടില്ലല്ലോ. ആ ഗൗരവം ഞാൻ മനസ്സിലാക്കിയിട്ടാണ് ഓ സുഹൃത്തുക്കളെ, കഴിഞ്ഞ 30 വർഷക്കാലമായി കഴിഞ്ഞ 30 വർഷക്കാലമായി അസ്തഗ്ഫിറുല്ലാഹ തആല അൻ ഖൗലി മറത്തൻ വാഹിദതൻ അൽഹംദുലില്ലാഹ്. ഞാൻ എന്റെ ജീവിതത്തില് അൽഹംദുലില്ലാ എന്ന വാചകം ഒരു തവണ പറഞ്ഞു പോയതിന്റെ പേരിലാണ് ഞാൻ തൗബ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഹാന്മാരുടെ തൗബയാണത്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ നമ്മൾ നന്നാകാൻ വേണ്ടി നോക്കുമ്പോ ഒന്നാമതായി ചെയ്യേണ്ടുന്നത് തൗബയാണ്. ആ തൗബ ചെയ്ത് നമ്മൾ നന്നാകണം. ധാരാളം സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം. ഓ ഉമ്മമാരെ, സഹോദരിമാരെ, ഈ റജബ് മാസത്തിന് വേറെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത? ഈ റജബ് 27-ന്റെ രാവിലല്ലേ നമ്മുടെ നേതാവ്, ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ചരിത്ര പ്രസിദ്ധമായ ഒരു യാത്രയില്ലേ? ഏതാണ് ആ യാത്ര? അതാ ഇസ്രാ മിഅ്റാജ് എന്ന യാത്ര. ആ ഇസ്രാ മിഅ്റാജ് എന്ന യാത്ര, ആ യാത്ര സംഭവിച്ചത് ഈ മാസത്തിലല്ലേ? ഇപ്പൊ വിശദമായി പറയാനൊന്നും നേരമില്ല. ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിസരത്ത് തന്നെ നെല്ലിക്കട്ടയിൽ 22-ാം തീയതി ബായാറ് തങ്ങൾ ഉസ്താദിന്റെ മിഅ്റാജ് പ്രഭാഷണം നമ്മുടെ പ്രസ്ഥാനത്തിന്റെ കീഴിൽ, സംഘ കുടുംബത്തിന്റെ കീഴിൽ നടക്കുന്നുണ്ട്. നിങ്ങൾ ആ പരിപാടിയിൽ പങ്കെടുത്ത് പുണ്യം നേടണോ, അത് മനസ്സിലാക്കണമെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പൊ ഞാൻ അതിന്റെ ചെറിയ ഒരു ഭാഗം മാത്രമേ ഇവിടെ സൂചിപ്പിക്കുന്നുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ യാത്രയെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താണ്? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറകനാ ഹൗലാ ലിനുരിയഹു മിൻ ആയാതിനാ. മസ്ജിദുൽ ഹറാം, ആ മസ്ജിദുൽ ഹറാമിൽ നിന്ന് യാത്ര തുടങ്ങുകയാണ്. ആദ്യം പോകുന്നത് ഖുദ്സിലുള്ള മസ്ജിദുൽ അഖ്സ. ആ മസ്ജിദുൽ അഖ്സയിലേക്കുള്ള യാത്രയാണ് ആദ്യത്തെ യാത്ര. ആ യാത്ര പോകുമ്പോഴോ എന്തൊരത്ഭുതങ്ങളാണ് നിങ്ങൾ കണ്ടില്ലേ? ആ പോകുന്ന വഴി മധ്യേ ഒരുപാട് അനുഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായി. ഒരിടത്ത് പോകുമ്പോ അവിടെ അതാ ഒരു നല്ല കസ്തൂരിയുടെ മണം അടിച്ച് വീശുകയാണ്. ആ കസ്തൂരിയുടെ മണം അടിച്ച് വീശിയപ്പോ കൂടെയുള്ളവരോട് ചോദിക്കുകയാണ്, അല്ല ഇതെവിടെന്നാണ് കസ്തൂരിയുടെ മണം അടിച്ച് വീശുന്നത്? അപ്പോഴാണ് ഒരു മറുപടി വന്നു, ഓ ഉമ്മമാരെ, നിങ്ങൾ അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിക്കുന്ന ഉമ്മമാരാകണം. ഇതുപോലെയുള്ള നല്ല നല്ല സദസ്സുകള് നിങ്ങളുടെ പ്രയാസങ്ങളെ മാറ്റിയെടുക്കാൻ മാത്രം നിങ്ങൾ കണ്ടെത്തരുത്. അസുഖങ്ങൾ മാറാനോ അതുപോലെ തന്നെ നിങ്ങളെ മക്കൾക്ക് നല്ല ആലോചന കിട്ടാനും നിങ്ങളുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടാനും അതിനുവേണ്ടി മാത്രം ബദരീങ്ങളുടെ സദസ്സ് ഉപയോഗപ്പെടുത്തരുത്. ബദരീങ്ങൾക്ക് വലിയ പവർ കിട്ടാനുള്ള കാരണം എന്താണ്? ആ ബദരീങ്ങള് അവരുടെ സ്വന്തം ആത്മാവിനെ സംസ്കരിച്ചെടുത്തിട്ട് അവരുടെ ശരീരത്തെ ഏത് താല്പര്യങ്ങൾ ഉണ്ടായാലും സർവ താല്പര്യങ്ങളെയും അല്ലാഹുവിന്റെ താല്പര്യത്തിന് വേണ്ടി ത്യജിച്ചവരല്ലേ ബദരീങ്ങള്. അതുകൊണ്ടല്ലേ ബദരീങ്ങൾക്ക് അല്ലാഹു തആല വലിയ പവർ കൊടുത്തില്ലേ?
ആ ബദരീങ്ങളുടെ 313 ബദരീങ്ങളുടെ പേര് നിങ്ങളെ വീട്ടിന്റെ ചുമരിൽ നിങ്ങൾ തൂക്കി വെച്ചാൽ ആ വീട്ടിൽ പിന്നെ ശർറ് വരൂല, ആ വീട്ടിൽ പ്രയാസം ഉണ്ടാകൂല. ആ വീട്ടിൽ കാവലാണ്, ബദരീങ്ങളെ കാവലാണ്. അത് ബദരീങ്ങൾക്ക് അല്ലാഹു കൊടുത്ത പവറാണ്. അതിന് ധാരാളം ചരിത്രം പറയാൻ ഇപ്പൊ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ആ ബദരീങ്ങൾ അവരുടെ ആത്മാവിനെ സംസ്കരിച്ചെടുത്തു. യുദ്ധത്തിന് ഒരുങ്ങാൻ വേണ്ടി പറഞ്ഞപ്പോ അവരുടെ സ്വന്തം താല്പര്യങ്ങളെ അവർ മറന്നു. അവർ അള്ളാന്റെ ദീനിന് വേണ്ടി സ്വന്തം ശരീരത്തെ കൊടുക്കാൻ വേണ്ടി ഒരുങ്ങിയല്ലോ. അങ്ങനെയല്ലേ ബദരീങ്ങൾക്ക് അല്ലാഹു തആല വലിയ പവർ കൊടുത്തത്. ഓ സുഹൃത്തുക്കളെ, ഉമ്മമാരെ, സഹോദരിമാരെ, അപ്പൊ ഈ ദാറുൽ ഇഹ്സാൻ എന്ന മഹത്തായ സ്ഥാപനത്തിൽ എല്ലാ മാസവും നിങ്ങൾ ബദരീങ്ങളെ സദസ്സിൽ പങ്കെടുക്കുമ്പോ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയേണ്ടത് നിങ്ങളുടെ താല്പര്യങ്ങളെക്കാളും അല്ലാഹുവിന്റെ താല്പര്യത്തിനൊരു പരിഗണന കൊടുക്കാനുള്ള മനസ്ഥിതി വേണം. നിങ്ങളെ ഈമാൻ നിങ്ങളെ ശക്തിപ്പെടുത്തണം, നിങ്ങളുടെ ആത്മാവിനെ സംസ്കരിച്ചെടുക്കണം. ഓ ഉമ്മ, ഒരൊറ്റ വടിവിട്ട പ്രണയത്തിലും പെട്ടുപോകരുത്, ഒരൊറ്റ പരിഷ്കാരത്തിലും പെട്ടുപോകരുത്, ഒരൊറ്റ തോന്നിവാസത്തിലും പെട്ടുപോകരുത്. എവിടെയെങ്കിലും പുതിയ പരിഷ്കാരത്തിന്റെ തുണി കണ്ടാൽ, പുതിയ പരിഷ്കാരത്തിന്റെ ഡ്രസ്സ് കണ്ടാൽ ഒരു ഈമാനുള്ള പെണ്ണിന്റെ ലക്ഷണം അല്ല, ഒരു ഈമാനുള്ള പെണ്ണിന്റെ അടയാളമല്ല. സ്വന്തം ഭർത്താവിനോട് വാശി പിടിക്കുകയാണ്, എനിക്ക് ആ കുപ്പായം തന്നെ വേണമെന്ന് വാശി പിടിച്ച് വാങ്ങിയെടുക്കുകയാണ്. അത് ഈമാനുള്ളൊരു പെണ്ണിന് യോജിച്ചതല്ല. എന്തേ കാരണം? ഓ ഉമ്മമാരെ, നിങ്ങൾ ധരിക്കേണ്ടുന്ന കുപ്പായം ആഡംബരം കുറഞ്ഞ കുപ്പായമാണ്. ഭർത്താക്കന്മാര് ശ്രദ്ധിക്കണം, നിങ്ങളെ ഭാര്യമാർക്ക് നിങ്ങൾ വാങ്ങിക്കൊടുക്കുമ്പോ ആഡംബരം കുറഞ്ഞ കുപ്പായം വാങ്ങിക്കൊടുക്കണം. അതേ സമയത്ത് ഓരോ കാലത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ട്രെൻഡിന്റെ കുപ്പായമുണ്ടല്ലോ. ഓ പുരുഷന്മാരെ, നിങ്ങളെ ഭാര്യമാരെ നിങ്ങൾ സ്നേഹിക്കുന്നില്ലേ? ഓ പുരുഷന്മാരെ, നിങ്ങളെ ഭാര്യമാരെ നിങ്ങൾ സ്നേഹിക്കുന്നില്ലേ? നിങ്ങളെ നാളെ അള്ളാന്റെ സ്വർഗത്തിലെത്തുമ്പോ നിങ്ങളെ കൂടെ സ്വർഗത്തിലെ തരുണീമണികളായി നിങ്ങളെ ഭാര്യമാരും കൂടി സ്വർഗത്തിലെത്തണമെന്ന് നിങ്ങൾ കൊതിക്കാറില്ലേ? അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളെ ഭാര്യമാർക്ക് നമ്മുടെ നാടുകളിൽ ഇന്ന് പ്രത്യക്ഷപ്പെടുന്ന ട്രെൻഡിന്റെ കുപ്പായമുണ്ടല്ലോ, അത് വാങ്ങിക്കൊടുത്തുകൂടാ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം, അതാ ട്രെൻഡിന്റെ കുപ്പായം ഒരു സ്ത്രീ ധരിച്ചാൽ, ഒരു പുരുഷൻ ധരിച്ചാൽ, പെണ്ണ് മാത്രല്ല പുരുഷനും ധരിക്കാൻ പാടില്ല ട്രെൻഡിനൊത്തിട്ടുള്ള കുപ്പായങ്ങള്. ആ ട്രെൻഡ് ഇസ്ലാം അംഗീകരിക്കാത്ത ട്രെൻഡാണെങ്കിൽ അങ്ങനെ കുപ്പായം ധരിച്ചാൽ അവനെ നാളെ അല്ലാഹു തആല അല്ലാഹുവിന്റെ കോടതിയിൽ പ്രത്യക്ഷപ്പെടുത്തുന്നത് ആ ധരിച്ച കുപ്പായം മുഖേനയാണ്. എന്നിട്ട് ആ കുപ്പായത്തിൽ അല്ലാഹു തആല തീ വെക്കുകയാണ്. എന്നിട്ട് ആ തീ മുഖേന ഈ മനുഷ്യനും അവിടെ കത്തി കരിഞ്ഞു പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസാണ്. ഓ ഉമ്മമാരെ, ഞാൻ പറഞ്ഞ ചരിത്രം മറക്കണ്ട, ഞാൻ അതിലേക്ക് തന്നെ വരികയാണ്. അതേ സമയം പറഞ്ഞോട്ടെ, ഒരു സ്ഥലത്ത് കസ്തൂരിയുടെ മണം അടിച്ച് വീശുകയാണ്. അതേസമയം പഴയ കാലത്തൊക്കെ നമ്മുടെ ഉമ്മമാർ അവരൊക്കെ കൂടുതലും വീട്ടിന്റെ ഉള്ളിലിരിക്കാൻ വേണ്ടി സമയം കണ്ടെത്തിയവരാണ്. ഇന്ന് കൂടുതലും വീട്ടിന്റെ പുറത്ത് ചെലവഴിക്കാൻ സമയം കണ്ടെത്തുന്നവരാണ്. നേരെ വിരോധാഭാസമാണ്. പുറത്ത് പോയി പിന്നെ ക്ഷീണായാൽ ഒന്ന് അകത്തേക്ക് കയറും. അങ്ങനല്ല വേണ്ടത് ഉമ്മമാരെ. സത്യം പറഞ്ഞാല് നിങ്ങളുടെ ഒരുപാട് പ്രതിഫലങ്ങൾ നിങ്ങൾ ഈ പുറത്തിങ്ങനെ വിലസാൻ പോകുന്നുണ്ടല്ലോ. ഇപ്പൊ ഇതിന്റെ അർത്ഥം ഈ മജ്ലിസിലേക്ക് വരാൻ പാടില്ല എന്നോ അതിനും വരണ്ട, വീട്ടിലിരിക്കാൻ എന്നല്ല. അല്ലെങ്കിൽ ഇവിടെ ഇൽമു പറഞ്ഞു തരുമ്പോ അത് കേൾക്കാൻ വേണ്ടി വരണ്ടെന്നല്ല. പിന്നെ നല്ല നല്ല കാര്യങ്ങൾക്കൊക്കെ വരണം. അതേസമയം വെറുതെ ഇങ്ങനെ വിലസ അങ്ങോട്ടിങ്ങോട്ട് ഇങ്ങനെ നടക്കുക, അത് ഒന്ന് ഒഴിവാക്കണം. കാരണം എത്ര കണ്ട് നിങ്ങൾക്ക് വീട്ടിലിരിക്കാൻ കഴിയുന്നുണ്ടോ ഉമ്മമാരെ, അത്ര കണ്ട് നിങ്ങളെ വീട്ടിൽ നിങ്ങൾ ഇരിക്കണം എന്ന് പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു പെണ്ണ് അവളുടെ വീട്ടിൽ ഇരുന്നാൽ, മൻ ഖഅദത് ഫീ ബൈതിഹാ, ഒരു പെണ്ണ് അവളെ വീട്ടിൽ ഇരുന്നാൽ
വീട്ടിലിരുന്നിട്ട് ഖുർആൻ ഓതണമെന്നില്ല, നിസ്കരിക്കണമെന്നില്ല, ദിക്ർ ചൊല്ലണമെന്നില്ല, തസ്ബീഹ് ചൊല്ലണമെന്നില്ല. അത് ചൊല്ലിയാൽ ഒന്നും കൂടി ഉഷാറായി, നിസ്കരിച്ചാൽ ഒന്നും കൂടി ഉഷാറാണ്, എക്സ്ട്രാ കൂലിയാണ്. അതേസമയത്ത് ഇതൊന്നും ചെയ്യാതെ തന്നെ ആണുങ്ങൾക്കില്ല കേട്ടോ ആ കൂലി. ആണുങ്ങൾ പുറത്തേക്ക് പോകണം, അധ്വാനിക്കണം. ഇനിയിപ്പോ ഇതും കേട്ടിട്ട് ആണുങ്ങളും വീട്ടിൽ ഇങ്ങനെ ഇരിക്കുക, അത് പറ്റൂല. അതേ സമയത്ത് സ്ത്രീകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തൊരു പ്രത്യേകമായ ഓഫറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു പെണ്ണ് വീട്ടിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ പവറാണ്. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, എന്താണ് വീട്ടിലിരിക്കുക എന്ന് പറഞ്ഞതിന്റെ പവർ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഒരു പെണ്ണ് വീട്ടിൽ ഇരുന്നാൽ കിട്ടുന്ന നേട്ടം എന്താണ്? ആ നേട്ടം അതാ അമലൽ മുജാഹിദീന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തവർക്ക് കിട്ടുന്ന പ്രതിഫലം ഇല്ലേ? ഓ ഉമ്മമാരെ, നിങ്ങൾക്ക് ഏതായാലും അതിന് അവസരമില്ലല്ലോ, എന്നാൽ അതിന്റെ പ്രതിഫലമെങ്കിലും നിങ്ങൾക്ക് കിട്ടണ്ടേ ഉമ്മമാരെ? അത് വേണ്ടാന്ന് വെച്ചുകൂടാ. അപ്പൊ കൂടുതലും വീട്ടിൽ ഇരിക്കാൻ സമയം കണ്ടെത്തുന്ന സ്ത്രീകളാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആ ഏറ്റവും കൂടുതൽ സമയങ്ങൾ വീട്ടിൽ ചെലവഴിക്കുന്ന പെണ്ണാണോ? അത് ഞാൻ നേരത്തെ അതിനൊരു ക്ലാരിഫിക്കേഷൻ തന്നിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം ഇനി നല്ല സദസ്സുകളിൽ പോകാൻ പാടില്ല എന്നല്ല. അതേ സമയത്ത് അനാവശ്യത്തിന് വേണ്ടി പുറത്തു പോകുന്നതിന് പകരം ആ സമയത്ത് നിങ്ങൾ കഴിവിന്റെ പരമാവധി വീട്ടിലിരുന്നാൽ അമലൽ മുജാഹിദീന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത യോദ്ധാക്കളില്ലയോ, ആ യോദ്ധാക്കളുടെ പ്രതിഫലം അല്ലാഹു തആല വീട്ടിൽ കുറെ നേരം സമയം ചെലവഴിക്കുന്ന പെണ്ണിന് അല്ലാഹു കൊടുക്കും കേട്ടോ. ഇത് പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഉമ്മമാരെ നിങ്ങൾ അത്രയും നല്ല ഉമ്മമാരാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ യാത്ര പോവാണ്. ഒരു സ്ഥലത്ത് നിന്ന് കസ്തൂരിയുടെ മണം ഇങ്ങനെ അടിച്ചു വീശുകയാണ്. കൂടെയുള്ളവരോട് ചോദിച്ചു, ഇതെന്തൊരു സുഗന്ധമാണ്, എവിടുന്നാണ്? ഒരു പെണ്ണിന് നന്നാകാൻ പറ്റുമെങ്കിൽ ഏതുവരെ നന്നാകാൻ പറ്റുമെന്ന് ഈ ചരിത്രത്തിലുണ്ടേ പെങ്ങളെ, ഈ ചരിത്രത്തിലുണ്ടേ ഉമ്മ. കൂടെയുള്ളവർ പറഞ്ഞു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവിടെ ഒരു ഖബറുണ്ട്, ആ ഖബറിൽ നിന്ന് വരുന്ന മണമാണത്, കസ്തൂരിയുടെ മണം. ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരുടെ ഖബറാണ് അത്? ഒരു ഉമ്മയുടെയും ആ ഉമ്മയുടെ മക്കളെ ഖബറാണ്. ആരാണ് ഉമ്മ? മാശിത്തത്തു ഇബ്നതി ഫിർഔനിന്റെ കൊട്ടാരത്തിൽ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കടക വിരോധിയായ ഫറോവ, ആ ഫറോവയുടെ കൊട്ടാരത്തിൽ ഫിർഔനിന്റെ പെൺമക്കളുടെ തലമുടി ചീകിക്കൊടുത്തിരുന്ന മഹദി, ആ മഹദിയുടെ ഖബറും ആ മഹദിയുടെ കുട്ടികളെ ഖബറുമാണ്. ആ ഖബറിൽ നിന്നാണ് ഈ സുഗന്ധം അടിച്ചു വീഴുന്നത്. സുബ്ഹാനല്ലാഹ്. എന്തേ കാരണം? ഉമ്മമാരെ നിങ്ങൾ മനസ്സിലാക്കണം, എന്തേ ഇങ്ങനെയൊരു മഹത്വം ആ മഹദിക്ക് കിട്ടാൻ കാരണം? ഫിർഔനിന്റെ കൊട്ടാരത്തിലുള്ള സമയത്താണ് ആ മഹദി മൂസാ നബി അലൈഹിസ്സലാം മുഖേന അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നത്. മഹദിയും വിശ്വസിച്ചു, മഹദിയുടെ ഭർത്താവും വിശ്വസിച്ചു. ആ വിശ്വസിച്ചതിന്റെ പേരിൽ ഭർത്താവിനെ ഫിർഔന് കൊന്നുകളഞ്ഞു എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. പിന്നീട് ഈ മഹദി ഇസ്ലാമിലേക്ക് കടന്നു ചെന്നിട്ടുണ്ട് എന്ന വിവരം കിട്ടി. അതെങ്ങനെയാണ് വിവരം കിട്ടുന്നതെന്നറിയാമോ? ഒരിക്കൽ ഫിർഔനിന്റെ കൊട്ടാരത്തിലിരുന്ന് അതാ ഈ മഹദി ഫിർഔനിന്റെ പെൺകുട്ടിയുടെ തലമുടി ചീകി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ആ മുടി ചീകി കൊടുക്കാൻ ഉപയോഗിച്ച ചീർപ്പുണ്ടല്ലോ, ആ കോമ്പ് നിലത്ത് വീണു. ആ
ചീർപ്പ് നിലത്ത് വീണപ്പോ ഈ മഹദി ഏത് നല്ല ഈമാനുള്ളൊരു പെണ്ണിന്റെ അടയാളമാണ്. ഒന്ന് എടുക്കുമ്പോ ബിസ്മിയും ചൊല്ലിയിട്ടല്ലാതെ എടുക്കൂല. ഉമ്മമാരെ, നിങ്ങളതാ അടുക്കളയിൽ പോയി നിങ്ങൾ ഭക്ഷണം പാകം ചെയ്യാറില്ലേ? നിങ്ങളതാ ഗ്യാസ് പിടിപ്പിക്കാറില്ലേ? ബിസ്മില്ലാ, അതിന് വലിയ പവറാണ് കേട്ടോ. ബിസ്മിയും ചൊല്ലിയിട്ട് നിങ്ങളെ തലയിലിട്ടിട്ടുള്ള ഷാലില്ലേ, ആ ഷാലിന്റെ ഉള്ളിൽ ബിസ്മി എന്ന് എഴുതിയിട്ടൊരു കടലാസ് വെച്ചാൽ നിങ്ങളുടെ തലവേദനക്ക് ശിഫ കിട്ടിപ്പോയി. മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ്, ബിസ്മിക്ക് അല്ലാഹു തആല അത്രയും വലിയ പവർ കൊടുത്തിട്ടുണ്ട്. അപ്പോ നിങ്ങളെ വീട്ടിൽ അടുക്കളയിൽ പോയി നിങ്ങളതാ ഗ്യാസ് പിടിപ്പിക്കുമ്പോ നിങ്ങൾ ബിസ്മിയും ചൊല്ലിയിട്ട് പിടിപ്പിക്കണം. നിങ്ങളെ സ്റ്റൗവിൽ നിങ്ങളതാ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി പാത്രം വെക്കുമ്പോ നിങ്ങൾ ബിസ്മിയും ചൊല്ലിയിട്ട് പാത്രം വെക്കണം. അതിൽ നിന്ന് പാത്രം അവിടുന്ന് എടുക്കുമ്പോഴും ബിസ്മിയും ചൊല്ലിയിട്ട് എടുക്കണം. ബിസ്മിക്ക് വലിയ പവറാണ് കേട്ടോ. അതുകൊണ്ടാണ് വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് പുരുഷന്മാർ മനസ്സിലാക്കണം, സ്ത്രീകളും മനസ്സിലാക്കണം, വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് വീട്ടിൽ നല്ല സമാധാനം കിട്ടണം. അല്ലേ? വീട്ടിൽ സമാധാനം കിട്ടാതെ വേറെ എവിടെയും സമാധാനം കിട്ടിയിട്ട് കാര്യമില്ല. പള്ളിക്ക് പോയാൽ സമാധാനമുണ്ട്, ഉസ്താദിന്റെ റൂമിൽ എത്തിയാൽ സമാധാനമുണ്ട്, അതുപോലെ തന്നെ ഓഫീസിൽ പോയാൽ സമാധാനമുണ്ട്, ഷോപ്പിൽ പോയാൽ സമാധാനമുണ്ട്, എല്ലായിടത്തും സമാധാന. അതേസമയത്ത് കെട്ടിയോടടുത്ത് പോയാലോ ഉള്ള എല്ലാ സമാധാനം പോയി. എത്ര ആളുകളായി ഈ പരാതി പറയണമെന്നറിയോ? അടച്ച റബ്ബേ, ഒരാൾ ഇങ്ങനെ ചില മനുഷ്യന്മാരിങ്ങനെ കുറെ നേരം പള്ളിയിലിരിക്കണം. റമദാനിലാണെങ്കിൽ ഈത്തികാഫ് എന്ന് കരുതാ. അതിന്റെ അർത്ഥം റമദാൻ അല്ലാത്ത സമയത്ത് ഈത്തികാഫ് ഇല്ലാന്നല്ല, ഉണ്ട്. എന്നാലും പലപ്പോഴും റമദാനിലല്ലേ ഈത്തികാഫ് ഇരിക്കാം. അപ്പോ കുറെ നേരം പള്ളിയിലിരിക്കും. ഇങ്ങനെ തസ്ബീ, ഇങ്ങനെ കയ്യിലൊരു തസ്ബീയുടെ പേരിനൊരു തസ്ബീയാണ്, ആരും തെറ്റിദ്ധരിക്കണ്ടെന്ന് കരുതിയിട്ട്. എന്നിട്ട് ഉസ്താദിന്റെ റൂമിൽ കുറച്ചു നേരം കുറെ നേരം സംസാരിക്കും. ഉസ്താദിന് തന്നെ ഇയാളൊരു ശല്യമായി മാറി. കാരണം ഉസ്താദിന് കിതാബ് നോക്കാനുണ്ട്, വേറെ പലരും ചെയ്യാനുണ്ട്. അതിനൊക്കെ ഇയാൾ മുടക്കം സൃഷ്ടിക്കുക. ഉസ്താദ് കുറെ ആയത്തെ കുറിച്ച് ഓതി നോക്കി ഇയാളൊന്ന് പോയി കിട്ടാൻ വേണ്ടി കുറെ നാരിയത്തും സ്വലാത്തും ചൊല്ലിട്ട് ഇയാൾ ഇരിക്കുന്ന കസേരക്കന്നെ ഊതി. അടുത്ത ദിവസം വരുമ്പോഴേക്കന്നെ ആ കസേരക്ക് ഊതിട്ട് ആദ്യം ഇരിക്കന്നെ ഉസ്താദ്. എന്താ കാരണം ഇയാൾ വന്നിരുന്ന വേന എണീറ്റ് പോകാൻ വേണ്ടി മനസ്സ് തോന്നുന്നു. കാരണം എത്രയോ ഹൈറായ കാര്യങ്ങളുടെ മുടങ്ങി കിട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, അപ്പൊ ആ ഒരിക്കൽ ഉസ്താദ് ഇയാളോട് ചോദിച്ചു, എന്താ ആചാര്യപ്പങ്ങൾ ഇങ്ങനെ, നിങ്ങൾക്ക് വീടും കെട്ടിയോളൊന്നും ഇല്ലേ? വീടും കെട്ടിയോളും കുട്ടിയോളൊന്നും ഇല്ലേ? പെഞ്ഞയും മക്കെന്തും ഇല്ലേ? നിങ്ങൾക്ക് ആകാകാലം എന്തും ഇല്ലേന്ന് ചോദിച്ചു. ഇത് ചോദിച്ചപ്പോഴേക്ക് ഇയാൾ പറഞ്ഞു, അതില്ലാഞ്ഞിട്ടല്ല, ഉണ്ട്. പക്ഷെ അതൊരു പെണ്ണല്ല ഉസ്താദേ, ഒരു ആണത്. ഉമ്മമാരെ, ഭാര്യയെ കുറിച്ച് പറഞ്ഞതാ ഇയാള്. അത് പെണ്ണല്ല ഉസ്താദേ, ഞാൻ പെണ്ണുണ്ട് വിചാരിച്ചിട്ട് മങ്ങിലായിടോ. ഇത് നോക്കുമ്പോ പെണ്ണിന്റെ രൂപം മാത്ര, അതിന്റെ ഉൾഗത്തെ ആത്മാവെല്ലാം ആണ്. അപ്പൊ എല്ലാവർക്കും വലിയ സങ്കട പ്രയാസം പറയേണ്ടത്, വീട്ടിന്റെ അകത്ത് കയറിയാൽ ടെൻഷനോട് ടെൻഷനാണ്. ടെൻഷൻ മാറി കിട്ടാൻ ദിക്റുകളുണ്ട്, പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ചെറുപ്പക്കാരാ, പടച്ച റബ്ബേ, ടെൻഷൻ ആയപ്പോഴേക്ക് പോയി മദ്യപിക്കലല്ല വേണ്ടത്. ടെൻഷനാണ് ഉസ്താദേ, ആ ടെൻഷൻ ഒന്നും മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത്. മയക്കുമരുന്ന് ഒരല്പം ഉപയോഗിച്ചപ്പോഴേക്ക് എന്റെ ഒന്ന് റിലാക്സ് കിട്ടണമെങ്കിൽ മയക്കുമരുന്ന് വേണ്ട. മഹാന്മാര് ദിക്ർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഉമ്മമാരെ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ഈ ദിക്ർ നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കുക. അമാനും മിനൽ ഹമ്മി വൽ ഗം, ടെൻഷനും പ്രയാസങ്ങൾക്കും പരിഹാരമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കാൻ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത്, വീട്ടിൽ കയറിയാൽ നല്ല സമാധാനം വേണം. എന്തൊക്കെയാ വീട്ടിന്റെ ഉള്ളിൽ ഗുലുമാല്. ഒരാൾ പറഞ്ഞു, ഉസ്താദേ നക്കനന്റെ ഔത്ര ഉൾക പോകെ മനസ്സ് വേണ്ടില്ല ഉസ്താദേ. എന്താ അങ്ങനെ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടോ? ചെയ്തു വെച്ചിട്ടല്ല, ഞാൻ എന്റെ ഔത്ര ഉൾക പോയെങ്കിൽ ഉൾഗത്തെ ചെരുപ്പ് ഭർത്തൃ ചെരുപ്പ് ഉൾക. ഒരാൾ പറയാ, ഉള്ളിലെ ചെരുപ്പ് പുറത്തും പുറത്തത്തെ ചെരുപ്പ് ഉള്ളിലുമാണ്.
അതെങ്ങനെ അങ്ങനെ അതുണ്ടാവാൻ പറ്റൂലല്ലോ. പുറത്തത്തെ ചെരുപ്പ് പുറത്ത് തന്നെ, ഉള്ളിലെ ചെരുപ്പ് ഉള്ളിലാണ്. രണ്ട് ചെരുപ്പ് വേണം നമ്മുടെ വീടുകളിൽ. ഒന്ന് പുറത്ത് വന്നാൽ അത് ഇട്ടിട്ട് പുറത്ത് തന്നെ വെക്കണം, അത് അകത്തേക്ക് കൊണ്ടുപോകരുത്. കാരണം അതിന്റെ അടിയിൽ ഒരുപാട് പിന്നെ മഴുക്കുകളൊക്കെ ഉണ്ടാവും. പിന്നെ ഉള്ളില് ടൈൽസ് ഒക്കെ ആണെങ്കിൽ ചില ആളുകളെ കാലിന് വലിയ ശല്യമായിരിക്കും. അപ്പൊ ടൈൽസ് അതിന്റെ മേലെ കാലിൽ ചോട്ടാണെങ്കിൽ ചെരുപ്പിടേണ്ടി വരും. അപ്പോ ഉള്ളിൽ വേറെ തന്നെ ഒരു പ്രത്യേക ചെരുപ്പ് വേണം. അപ്പൊ ഉള്ളിലത്തെ ചെരുപ്പ് ഉള്ളിൽ തന്നെ, പുറത്തത്തെ ചെരുപ്പ് പുറത്ത് തന്നെ. അതേസമയത്ത് ഇയാളെന്നോട് പറഞ്ഞ അങ്ങനെയല്ല, പുറത്തത്തെ ചെരുപ്പ് ഉള്ളിലും ഉള്ളിലെ ചെരുപ്പ് പുറത്തുമാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒന്നുകൂടി ഇങ്ങനെ ചിന്തിച്ചു നോക്കി, പറഞ്ഞത് ചിലപ്പോ മക്ലൂബാണോ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയ കൽബാണോ എന്ന് ചിന്തിച്ചു നോക്കി. കാരണം ഉള്ളിത്തത് ഉള്ളിൽ തന്നെ, പുറത്തത്തെ പുറത്ത് തന്നെ എന്ന് പറയുന്നതിന് പകരം ഇയാൾ ഇങ്ങനെ പറഞ്ഞതാണോ നോക്കുമ്പോ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ പറഞ്ഞെന്ന് ചോദിച്ചു. ഒന്നും കൂടി ഒന്ന് ആവർത്തിക്കാൻ വേണ്ടി ഇത് പറഞ്ഞപ്പോ ഇയാൾ വീണ്ടും അതെന്നെ പറയാണ്, പുറത്തത്തെ ചെറുപ്പ് ഉള്ളിലും ഉള്ളിലെ ചെറുപ്പ് പുറത്തുമാണ് ഉസ്താദേ, അതുകൊണ്ടാണ് വലിയ പ്രശ്നമാണ്. അപ്പൊ എന്താ പ്രശ്നം? എന്നിട്ട് ഇയാൾ പറയാണ്, ഉസ്താദേ ഞാൻ എന്റെ വീട്ടിൽ പോയി നോക്കിയപ്പോ എപ്പാ നോക്കിയാലും എന്റെ ഭാര്യയും എന്റെ മരുമകളും ഭയങ്കര പ്രശ്നമാണ്. ഇത് പാമ്പും കീരിയെ പോലെ. മാമി മർമോൾ എന്ന് പറയും എന്റെ നാട്ടിൽ, എന്റെ കളസയിൽ മാമി മർമോൾ, അമ്മായും മരുമകളും. പടച്ച റബ്ബേ, മകന്റെ ഭാര്യയും ഈ ഭർത്താവിന്റെ ഉമ്മയും എപ്പം നോക്കിയാലും പ്രശ്നം. ആ പ്രശ്നം കണ്ണൂരിൽ മാത്രം ഉണ്ടാവൂല. കാരണം അവിടെ പിന്നെ സ്വന്തം ഉമ്മാന്റെ അടുത്ത് തന്നെ ഇവിടെ താമസിക്കണം. അപ്പൊ അവിടുത്തെ പ്രശ്നം ഞാൻ പോയപ്പോ എന്നോട് പറഞ്ഞു, ഉസ്താദേ ഇവിടെ അമ്മായി മരുമോളില്ല, ഉമ്മയും മോളും എന്നൊരു പ്രശ്നമുണ്ട്. ഉമ്മ മോൾ അവിടെ പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് ചില വീട്ടിൽ ഉമ്മയും മോളും എന്ന പ്രശ്നം കല്യാണം കഴിക്കലോട് കൂടെ തീരും. ഇപ്പോൾ പിന്നെ എപ്പോഴെങ്കിലും ഇടയ്ക്കല്ലേ വരിക, ഇടയ്ക്കെപ്പോഴെങ്കിലും വരുള്ളൂ. അപ്പൊ പിന്നെ കാലാട്ടാക്കാനൊന്നും സമയം ഉണ്ടാവില്ല. അപ്പൊ വരും 1-2 ദിവസം പോകും. ഇത് എപ്പോഴും അവിടെ തന്നെയല്ലേ. അപ്പൊ പിന്നെ ഉമ്മയും മോൾ എന്ന പഴയ പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടാവും. ഒന്നല്ല പിന്നെ ഒന്ന് ഇങ്ങനെ ഉണ്ടാവൂലേ. ഞാൻ പറഞ്ഞു തന്നത് സുബ്ഹാനല്ലാഹ്. ഇയാള് പറഞ്ഞു, ഉസ്താദേ ഞാൻ ഒരിക്കൽ എന്റെ വീട്ടിൽ പോയി നോക്കുമ്പോ ആ വീട്ടിന്റെ ഉള്ളിൽ അതാ പ്രശ്നമാണ്. പുറത്തത്തെ ചെറുപ്പ് ഉള്ളിലും ഉള്ളിലെ ചെറുപ്പ് പുറത്തുമാണ്. അപ്പൊ എന്താണ് വിഷയം എന്നറിയോ? വിഷയം മറ്റൊന്നുമല്ല, അതാ പ്രശ്നമായി അമ്മായും മരുമകളും തമ്മിൽ പ്രശ്നമായിട്ട് അമ്മായിമ എന്ത് ചെയ്തു? മരുമകളെ പായിപ്പിച്ചു. അങ്ങനെയല്ല പറയാ, പൊടി സൈത്താന്ന് പറഞ്ഞു. സൈത്താന്ന് കറക്റ്റ് പറയില്ല, സൈത്താന്ന് പറയാം. പൊടി സൈത്താന്ന് പറഞ്ഞിട്ട് വലിച്ചെറിഞ്ഞു, ചെരുപ്പ് വലിച്ചെറിഞ്ഞു. അപ്പൊ ചെരുപ്പ് പിന്നെ പുറത്തേക്ക് പോയി. ഇവളിങ്ങനെ പുറത്തേക്ക് പോയപ്പോ ചെരുപ്പ് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ഇവള് പുറത്തേക്ക് പോലെ, അപ്പൊ ഇവൾക്ക് വലിച്ചെറിഞ്ഞല്ലേ, അപ്പൊ പുറത്തേക്ക് അകത്തെ ചെരുപ്പ് പുറത്തു പോയി. അപ്പൊ ഇവൾക്കൊന്ന് തോന്നി, പുറത്ത് വന്നിട്ട് ഇവൾക്കൊന്ന് തോന്നി, എനിക്ക് മാത്രം ചെരുപ്പേര് കിട്ടാൻ എന്താ, നക്കും അപ്പുറം ഒന്ന് വലിച്ചെറിഞ്ഞെങ്കിൽ എന്താ, നക്കും ഇല്ലേ, കൈ പുറത്ത് ചെരുപ്പും ഇല്ലേ. അപ്പൊ ഇവള് ഹീൽഡ് ചെരുപ്പുണ്ട് പുറത്ത് വെച്ചിട്ട്, ഹീൽഡ് ചെരുപ്പുണ്ടല്ലേ, ആ ഹീൽഡ് ചെരുപ്പിന്റെ അടിത്ത ഇതുണ്ടല്ലോ, ആ ഉയരം കാണാൻ വേണ്ടി, പൊക്കം കുറഞ്ഞ പെൺകുട്ടികൾ ഉയരം കാണാൻ വേണ്ടി അതും വെച്ചിട്ട് ആ ഭാഗം വെച്ചിട്ട് ഒറ്റയേർ. അപ്പൊ അകത്തെ ചെരുപ്പ് പുറത്തും, പുറത്തത്തെ ചെരുപ്പ് അകത്തും. ഇന്ന് ഔട്ടായി, ഇന്നുമായി. ഞാൻ പറഞ്ഞു വന്നത്, ഉമ്മമാരെ ഇങ്ങനെയൊരു കുഴപ്പം നിങ്ങളെ വീട്ടിലുണ്ടാകാൻ പാടില്ല. ആ പ്രശ്നമുള്ള വീട്ടിൽ തീരെ ബർക്കത്തില്ല. നിങ്ങൾ ആ കുഴപ്പം നിർത്തൽ ചെയ്യണം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട. വീട്ടിൽ കയറുന്ന സമയത്ത് സമാധാനം വേണോ? 3 കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് വീട്ടിൽ കയറണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അത് നിങ്ങൾ ഇന്നൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഇന്നത്തെ ഈ ബാദും കഴിഞ്ഞിട്ട് പുരുഷന്മാരെ, ഉമ്മമാരെ, സഹോദരിമാരെ, ഈ ബാദും കഴിഞ്ഞിട്ട് നിങ്ങൾ വീട്ടിലേക്കല്ലേ പോണത്. ആ വീട്ടിൽ കയറുന്ന സമയത്ത് നിങ്ങൾ ഈ 3 കാര്യം ശ്രദ്ധിക്കണം. ഒന്ന് വീട്ടിൽ കയറുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മിൽ ചൊല്ലിയിട്ട് വീട്ടിൽ കയറണം. രണ്ടാമത്തേത് അസ്സലാമു അലൈക്കും, വീട്ടുകാർക്ക് നിങ്ങൾ സലാം പറയണം. മൂന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഖറഅ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തിലെ ആ സൂറത്ത് നിങ്ങൾ ഒരു തവണ പാരായണം ചെയ്യണം. ഈ 3 കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വീട്ടിൽ കയറിയാൽ ആ വീട്ടിലെ കലഹങ്ങളില്ല, ആ വീട്ടിലെ കുഴപ്പങ്ങളില്ല, ആ വീട്ടിലെ ശല്യമില്ല, ആ വീട്ടിലെ പ്രശ്നങ്ങളില്ല. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ ഈ 3 കാര്യങ്ങളിൽ ഒന്ന് ബിസ്മി ചൊല്ലലാണ്. ബിസ്മിക്ക് വലിയ പവറാണ് കേട്ടോ. അപ്പൊ ഈ മഹദി എന്ത് ചെയ്തു? ശ്രദ്ധിക്കണേ. ഈ മഹദി എന്ത് ചെയ്തു? നിലത്ത് വീണ ചീർപ്പിനെ എടുത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം,
ബിസ്മിയും ചൊല്ലിയിട്ട് എടുത്തതാണ്. ഇത് ഫിർഔനിന്റെ മകൾ കേട്ടു. ഫിർഔനിന്റെ മകൾ ചിന്തിച്ചു, അള്ളാന്റെ പേര് ചൊല്ലിയിട്ടല്ലേ എടുത്തത്. അപ്പൊ ഫിർഔനിന്റെ മകൾ ഈ മഹദിയോട് ചോദിച്ചു, അല്ല, നിങ്ങൾ റബ്ബായി വിശ്വസിക്കുന്നത് അള്ളാനെയാണോ, എന്റെ ബാപ്പാനെയല്ലേ? അന റബ്ബുകുമുൽ അഅ്ലാ, ഞാനാണ് നിങ്ങളെ വലിയ റബ്ബെന്ന് പ്രഖ്യാപിച്ച ഹുങ്ക് നടിച്ച ദുഷ്ടനായ മനുഷ്യനല്ലേ ഫറോവ. ആ ബീവിയോ, ഓ ഉമ്മമാരെ, ഏത് പ്രതിസന്ധി ഘട്ടത്തു പതറാൻ പാടില്ല, തളരാൻ പാടില്ല. ഏത് വികാരങ്ങള്, തെറ്റായ വികാരങ്ങളോ വിചാരങ്ങളോ ഉണ്ടായാൽ ആ വികാരങ്ങളെ ഇല്ലായ്മ ചെയ്യണം, വിചാരങ്ങളെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരണം. അവരല്ലേ യഥാർത്ഥത്തിൽ ഈമാനുള്ള ഉമ്മമാര്, സഹോദരിമാര്. അതാ ഈ മഹദി എവിടുന്ന് പ്രഖ്യാപിക്കുകയാണ്, അല്ലാ റബ്ബി വ റബ്ബുകി വ റബ്ബു അബീകി അല്ലാഹ്. ഓ മോളെ, എന്റെ റബ്ബ് അല്ലാഹുവാണ്, മോളെ നിന്റെ റബ്ബും അല്ലാഹുവാണ്. നിന്റെ ബാപ്പയില്ലേ ഫറോവ, ആ ഫിർഔനിന്റെയും റബ്ബ് അല്ലാഹുവാണ്. ഇത് കേട്ടപ്പോഴേക്ക് ഈ മകൾ ഫറോവയുടെ അടുത്ത് ഓടിപ്പോയി, ഫിർഔനിനോട് പറയാൻ വേണ്ടി ഓടിപ്പോയതാണ്. ആ ഫിർഔനിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ബാപ്പാ, നമ്മുടെ കൊട്ടാരത്തിലുള്ള ആ ഉമ്മയില്ലേ, ആ ഉമ്മ നിങ്ങളെ റബ്ബായി വിശ്വസിക്കുന്നു, ആ ഉമ്മ നിങ്ങളെ റബ്ബായി വിശ്വസിക്കുന്നില്ല. ഫറോവ ആളെ പറഞ്ഞയക്കുകയാണോ? ശരിയാണോ? അതെ, ശരിയാണ്. നോക്കുമ്പോ അള്ളാനെ റബ്ബായി വിശ്വസിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്ത് സംഭവിച്ചു ഉമ്മമാരെ? ഫറോവ ഈ മഹദിയോട് ചോദിച്ചു, ശരിയാണോ, എന്നെ റബ്ബായി വിശ്വസിക്കുന്നില്ലയോ? ഇല്ല. റബ്ബി വ റബ്ബുക്കല്ലാഹ്, എന്റെ റബ്ബും നിങ്ങളുടെ റബ്ബും അല്ലാഹു തആലയാണ്. പതറിയില്ല. ഒരു ചെറിയ പ്രണയം മനസ്സിൽ ഉദിച്ചപ്പോഴേക്ക് കണ്ടുകിട്ടിയവന്റെ പിന്നിൽ ഒളിച്ചോടാൻ മനസ്സ് വരുന്നത് എങ്ങനെ? അത് ഈമാന് കുറഞ്ഞതിന്റെ പേരിലാണല്ലോ. ഞാൻ ചുരുക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് അത് ഈമാൻ കുറഞ്ഞതിന്റെ പേരിലാണല്ലോ. അപ്പൊ നമ്മൾ ഒരിക്കലും അങ്ങനെ ആയിക്കൂടാ. ആ ഉമ്മ എന്താ ചെയ്തത്? ഫറോവ എന്ത് ചെയ്തു? മാറി നിൽക്കണം, ഇസ്ലാമിൽ നിന്ന് മാറി നിൽക്കണം. ഫറോവ പറഞ്ഞപ്പോ അതാ മാറി നിന്നില്ല മഹദി. ഒരു വലിയ ഒരു പാത്രം കൊണ്ടുവന്നു, വലിയ ഒരു അതാ തീക്കുണ്ടാരമുണ്ടാക്കി. എന്നിട്ട് അതിലേക്ക് ഓരോ മക്കളെ വലിച്ചെറിയുകയാണ്. ആദ്യം ഒരു മകനെ അങ്ങ്, കുട്ടിയെ അങ്ങ് വലിച്ചെറിഞ്ഞു. ഉമ്മ നേരിട്ട് കണ്ണുകൊണ്ട് കാണുകയാണ്, സ്വന്തം കുഞ്ഞതാ ആ അഗ്നികുണ്ടാരത്തിൽ വെന്തോരുകയാണ്. നമുക്ക് നേതൃത്വം നൽകാൻ ആദരണീയരായ തങ്ങളവരുകൾ നമ്മുടെ വേദിയിൽ വന്നു. അല്ലാഹു അക്ബർ. ഞാൻ ഈ ചരിത്രം പറഞ്ഞ് പൂർത്തിയാക്കി ഞാൻ നിർത്തുകയാണ്, സമയമില്ല. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോ എല്ലാ മക്കളെയും അതുപോലെ വലിച്ചെറിഞ്ഞു. അവസാനം കൈക്കുഞ്ഞുണ്ട്, മുലപ്പാല് കുടിക്കുന്നൊരു കുഞ്ഞാണ്, ചെറിയ കൈക്കുഞ്ഞാണ്. അക്കുഞ്ഞെ അതാ വലിച്ചെറിയുന്നു. അപ്പോഴാണ് മഹദി ഒന്ന് പതറിപ്പോയി. ഈ കൈക്കുഞ്ഞിനെ എന്നെ വലിച്ചെറിയുമ്പോ പതറിപ്പോയി. പക്ഷേ എന്തൊരത്ഭുതമല്ലേ ഉമ്മ! ആ കൈക്കുഞ്ഞ് അവിടുന്ന് ആ തീയിൽ വീണ് അതാ വീണപ്പോ പറയുകയാണ്, ഇസ്ബിരി ഉമ്മ, പതറണ്ട, ക്ഷമിച്ചോ. ഈ കൈക്കുഞ്ഞിന്റെ സംസാരം കേട്ടപ്പോ അത്ഭുതം തോന്നിപ്പോയി. അവസാനം അതാ ആ മഹദിയെയും അതിലേക്ക് വലിച്ചെറിയുകയാണ്. അപ്പോഴാണ് മഹദി പറഞ്ഞത്, ഫിർഔൻ ഏതായാലും എന്റെ മക്കളെ മുഴുവനും വലിച്ചെറിഞ്ഞു. ഇനി ബാക്കിയുള്ളത് തള്ളയായ ഞാനാണ്, ഉമ്മയായ ഞാനാണ്. എനിക്ക് പറയാനുണ്ട്, അതൊന്ന് കേൾക്കാനുള്ള മനസ്സ് കാണിക്കണം. എന്താണ് പറയാനുള്ളത്? അതാ എന്നെ ഈ തീയിലിട്ട് കത്തി നശിപ്പിച്ചാൽ
നമ്മുടെ അവശിഷ്ടങ്ങളെ, എന്റെയും എന്റെ മക്കളുടെയും അവശിഷ്ടങ്ങളെ ഒരൊറ്റ ഖബറിൽ മറവ് ചെയ്യണേ. ആ ഉമ്മാക്ക് പറയാനുള്ള വസിയ്യത്ത് അതാണ്. അത് ഫിർഔനും സുകൂട്ടരും പാലിച്ചുപോയി. ആ ഖബറിൽ നിന്നാണ് കസ്തൂരിയുടെ മണം വന്നത്. ഉമ്മാ ഒരു പരിഷ്കാരം കാണുമ്പോഴേക്ക് പതരേണ്ടുന്ന ഈമാനല്ല മഹദിമാരുടേത്. ആ മഹദിമാരെ കാണിച്ച വഴിയിൽ സഞ്ചരിക്കണേ. അതാണ് ഈ റജബിന്റെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം. ഇനി കൂടുതൽ ഇപ്പോൾ ഇവിടെ പറയാൻ നേരമില്ല. ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ചരിത്ര പ്രസിദ്ധമായ മിഅ്റാജ് യാത്രയിൽ സ്വർഗ്ഗത്തിൽ ധാരാളം കൊട്ടാരങ്ങളെ കണ്ടിട്ടുണ്ട്. സ്വർഗ്ഗത്തിൽ ഒരുപാട് തരുണി മണികളെ കണ്ടിട്ടുണ്ട്. അതാരുടേതാണ് എന്ന് പോലും അറിഞ്ഞിട്ടുണ്ട്. അതൊക്കെ പറയാനുണ്ട്. ഇപ്പോൾ ഇവിടെ നേരമില്ല. നരകം കണ്ടിട്ടുണ്ട്. ആ നരകത്തിൽ പുരുഷന്മാരെയും സ്ത്രീകളെയും വ്യത്യസ്തമായ രൂപങ്ങളിൽ ശിക്ഷിക്കുന്നതും കണ്ടിട്ടുണ്ട്. അതൊന്നും ഇപ്പോൾ ഇവിടെ പറയാൻ നേരമില്ല. ഇന്നത്തെ പ്രഭാഷണം ദാറുൽ ഇഹ്സാനിൽ വെച്ച് നടത്തിയ പ്രഭാഷണത്തിന് ഇവിടെ ഞാനൊരു പോലീസ് സ്റ്റോപ്പ് ഇടുകയാണ്. ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയണം. അതേ 19-ാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം 7 മണിക്ക് പെരടാലയിൽ വെച്ച് ഞാൻ സംസാരിക്കുന്നു. അവിടെ ഇതിന്റെ ബാക്കി കാര്യം ഞാൻ സൂചിപ്പിക്കാമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. സുഹൃത്തുക്കളെ, ഈ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്ര പ്രസിദ്ധമായ യാത്ര നടന്ന ഈ റജബ് മാസമില്ലേ, റജബിന്റെ ഏറ്റവും വലിയ സമ്മാനം എന്താണ്? 5 നേരത്തെ നിസ്കാരമല്ലേ. ആ നിസ്കാരം കൃത്യമായി നിസ്കരിക്കണം. ഈ സംസാരം നിർത്തുമ്പോ എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമാണ്. ചെറുപ്പക്കാരാ, എന്ത് കാര്യമുണ്ടായാലും നിസ്കാരം സമയത്തെ തൊട്ട് പിന്തിപ്പിച്ചുകൂടാ. ഉമ്മ നിസ്കാരത്തെ സമയത്തെ തൊട്ട് പിന്തിപ്പിച്ചുകൂടാ. വല്ലാത്ത അപകടമല്ലേ നിസ്കാരം സമയത്തെ തൊട്ട് പിന്തിപ്പിച്ചാൽ. ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞോട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നരകത്തിൽ ശിക്ഷിക്കപ്പെടുന്ന ആളുകളെ കണ്ടപ്പോൾ കൂട്ടത്തിൽ കണ്ടൊരു രംഗമല്ലേ. ഒരാൾ ഇങ്ങനെ നരകത്തിൽ കിടക്കുകയാണ്. വേറെ ഒരാള് അദ്ദേഹത്തിന്റെ ആ മനുഷ്യന്റെ അടുത്ത് നിൽക്കുകയാണ്. വലിയ പാറക്കല്ലുണ്ട് കയ്യില്. ആ കയ്യിലുള്ള പാറക്കല്ലുകൊണ്ട് കിടന്നിട്ടുള്ള മനുഷ്യന്റെ തലയിലിടുന്നു. ആ തലയെ അങ്ങ് പൊട്ടിച്ചു കളയുന്നു. തല പൊട്ടിച്ചിതറുന്നു. പോരാ, വീണ്ടും ആ തലയെ ശരിപ്പെടുത്തുന്നു. വീണ്ടും ആ തലയെ പൊട്ടിക്കുന്നു. തല ചിതറിക്കിടക്കുന്നു. ഇതുപോലെ നരകത്തിൽ ചില ആളുകളെ കാലാകാലമായി ശിക്ഷിക്കപ്പെടുകയാണ്. ഇതാരാണെന്ന് ചോദിച്ചപ്പോ നിസ്കാരത്തെ നെവർ മൈൻഡ് ചെയ്തവരാ. നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കാത്തവരാണ്. ആ നിസ്കാരം നമുക്ക് സമ്മാനമായി കിട്ടിയ മാസമല്ലേ റജബ് മാസോ. നിസ്കാരം മുറ പോലെ കൃത്യമായും നിസ്കരിക്കണേ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെക്കണേ. ഇത് ബദരീങ്ങളുടെ സദസ്സാണ്. സാദാത്തുക്കളെ നേതൃത്വം നൽകുന്ന സദസ്സാണ്. ഹബീബിനെ പ്രിയം വെക്കണം. ഹബീബിലേക്ക് മനസ്സ് തിരിക്കണം. ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം. ഹബീബിന്റെ ആളുകളായി മാറണം. ഹബീബ് നമ്മുടെയവരാകണം. ഒരു ചെറിയ സംഭവം പറഞ്ഞ് ഞാൻ എന്റെ ഇന്നത്തെ സംസാരം നിർത്തുകയാണ്.
പ്രിയപ്പെട്ടവരെ, മദീനയിൽ ഒരു സംഭവം നടക്കുകയാണ്. അവരൊക്കെ ഹബീബിനെ എത്ര കൂടുതൽ ഇഷ്ടവെച്ച് ജീവിച്ചവരാണ്. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി, ഹബീബായ തങ്ങൾ വഫാത്തായി. എന്റെ മോമിനീങ്ങളെ, വേദിയിലുള്ളവരോടല്ല സദസ്സിലുള്ളവരോട് പറയട്ടെ, ഒരു 2 മിനിറ്റ് നിങ്ങളൊന്ന് എണീറ്റ് നിൽക്കുമോ? ഈ ചരിത്രമൊന്ന് നിന്നിട്ട് നിങ്ങൾക്കൊന്ന് കേൾക്കാമല്ലോ. മദീനയിലുള്ള സ്വഹാബത്തിനെ മുഴുവനും കരയിപ്പിച്ച സംഭവമാണ്. ഇമാമിങ്ങൾ കിതാബുകളിൽ രേഖപ്പെടുത്തിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. എന്നിട്ടതാ കിടക്കുകയാണ്. ആ ഖബർ ശരീഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിടത്തി. ആ ഖബർ ശരീഫിൽ കിടത്തിയപ്പോൾ ആ ഖബർ ശരീഫിന്റെ ചുറ്റും സ്വഹാബത്ത് നിൽക്കുകയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടെയുണ്ട്. ആ കൂട്ടത്തിൽ ഒരു സ്വഹാബിയുടെ മനസ്സിൽ ഒരാഗ്രഹമാണ്, ഇനി ഈ ഖബർ ശരീഫിൽ ഇറങ്ങിക്കയറാനില്ല. എന്റെ മനസ്സിൽ ഒരു മോഹമുണ്ടല്ലോ, എനിക്ക് എന്റെ ഹബീബിന്റെ ഖബർ ശരീഫിൽ ഒന്ന് ഇറങ്ങിക്കയറണം. ഈ ഖബർ ശരീഫ് ക്ലോസ് ചെയ്താലോ ഇനി ഇറങ്ങാനില്ല, കയറാനില്ല. ആരാണ് സ്വഹാബി? സയ്യിദുനാ മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയാണ്. മഹാനവറുകൾ ചിന്തിച്ചു, ഇവിടെ ഇപ്പൊ സമ്മതം ചോദിക്കേണ്ടുന്നത് അലി റളിയല്ലാഹു അൻഹുവിനോടാണ്. പക്ഷേ സമ്മതിക്കുമോ അറിയില്ല. ഈ ആഗ്രഹം ഒരുപാട് സ്വഹാബത്തിനും ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് എന്റെ ആഗ്രഹം പൂവണിയുമെന്ന് പറയാൻ പറ്റൂല. മഹാനവറുകൾ ചിന്തിച്ചു, എനിക്കൊന്ന് ഇറങ്ങിക്കയറണോ? അതിന് മഹാനവറുകൾ കാണിച്ച ട്രിക്സ് എന്താണെന്നറിയാമോ ചെറുപ്പക്കാരാ? നല്ലതിനാണ് ട്രിക്സ് കാണിക്കേണ്ടത്. മഹാനവറുകൾ എന്താണ് കണ്ടെത്തിയ ഉപായമെന്നറിയുമോ? കൈവിരലിലുള്ള മോതിരമങ്ങെടുത്തു. ആ മോതിരമങ്ങെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തുറന്നു വെച്ചിട്ടുള്ള ഖബർ ശരീഫില്ലേ, ആ ഖബർ ശരീഫിലോട്ട് ആ മോതിരമങ്ങിട്ടു. എന്നിട്ടുടൻ തന്നെ വിളിച്ച് പറയുകയാണ്, യാ അബൽ ഹസൻ ഖാതമി ഖാതമി. അല്ലയോ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ, എന്റെ മോതിരം വീണിരിക്കുകയാണ്. വീണതല്ലല്ലോ, മനഃപൂർവം ഇട്ടതാണ്. അതിന്റെ പേരിൽ ഒന്ന് ഇറങ്ങിക്കയറാനിട്ട് കൊടുത്തതാണ്. പക്ഷെ പറയുമ്പോ അങ്ങനെയല്ലേ പറയേണ്ടത്, വീണിരിക്കുകയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ ചോദിച്ചു, അല്ല മുഗീറ, ഈ മോതിരം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? പറഞ്ഞു അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ, ആ മോതിരം വീണിരിക്കുന്നത് ഒരു സാധാരണ സ്ഥലത്തല്ല. ജഹാ റൗസാ ഹേ പാകേ ഖൈറുൽ വറാ സല്ലല്ലാഹു അലൈഹി വസല്ലം, വഹാ ജന്നത്ത് നഹീ ഹേ തോ ഫിർ ഔർ ക്യാ ഹേ. അല്ല അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ, ഇത് സ്വർഗമാണല്ലോ. ഹബീബ് കിടക്കുന്ന സ്ഥലം സ്വർഗമാണല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വർഗത്തിലുള്ള മോതിരം വേണ്ടാന്ന് വെക്കാനാകുമോ? എനിക്കാ മോതിരം വേണോ? മുഗീറത്ത് ഇബ്നു ശുഅബ തങ്ങളൊന്നും കൂടി വീക്ഷിക്കുകയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ തന്നെ ഇറങ്ങിയിട്ട് എടുത്തു തരുമോ? എന്നാൽ ഞാൻ പരാജയപ്പെട്ടു പോയി. കാരണം ഞാൻ ആ മോതിരം
മോതിരമിട്ടത് ഞാൻ ഇറങ്ങി കയറാനാണ്. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറഞ്ഞു, മുഗീറ നിങ്ങളൊന്ന് ഇറങ്ങൂ, ഇൻസിൽഹു ഫഖുദുഹു, നിങ്ങൾ ഇറങ്ങിയിട്ട് ആ മോതിരം എടുക്കൂ. അങ്ങനെ ഞാൻ ആ ഖബർ ശരീഫിൽ ഇറങ്ങി, ഞാൻ ആ മോതിരം എടുത്തു, ഞാൻ എന്റെ കൈ വിരലിൽ ആ മോതിരം ഇട്ടു, ഞാനൊരു ഉമ്മ കൊടുത്തു. മോതിരം ഇട്ടു ഞാൻ പുറത്തേക്ക് വരുന്നതിന് മുമ്പ് എന്റെ മനസ്സിൽ ഒരു മോഹമാണ്, ഇതാരുടെ ഇതാരുടെ ശരീരമാണ്? ജമീനോ സമാൻ തുമാരേ ലിയേ, മക്കീനോ മകാൻ തുമാരേ ലിയേ, ചുനീനോ ചുനാ तुम्हारे लिए बने दो जहां तुम्हारे लिए। ताजदारे मदीना सरकारे आलम सैयदे कायनात जनाबे रसूलुल्लाह സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരമാണല്ലോ ഈ കിടക്കുന്നത്. ഇനി ഇതിനൊരവസരമില്ലല്ലോ. ഞാൻ എന്റെ കൈകൊണ്ട് ഹബീബിന്റെ ശറഫാക്കപ്പെട്ട ശരീരമൊന്ന് തൊടട്ടെ. ആ കൈകൊണ്ട് ആ ശരീരത്തെ ഒന്ന് തൊട്ടു. എന്തൊരു ഭാഗ്യമാണ്, ഒരു സ്വഹാബിക്കും കിട്ടാത്ത ഭാഗ്യമല്ലേ. എന്നിട്ട് മഹാനവരുകൾ ഖബർ ശരീഫിൽ നിന്ന് മുകളിലോട്ട് വരികയാണ്. അലി റളിയല്ലാഹു അൻഹു അവിടെയുണ്ട്, സ്വഹാബത്ത് അവിടെയുണ്ട്. എല്ലാവരെയും സാക്ഷി നിർത്തിയിട്ട് പ്രഖ്യാപിക്കുകയാണ്, അന ആഖിറു അഹ്ദം ബി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൂട്ടുകാരെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവസാനത്തെ കരാർ നടത്തിയ സ്വഹാബി ഞാനാണ് കേട്ടോ. ചെറുപ്പക്കാരാ, ആ ഇഷ്കിന്റെ വഴിയിലേക്ക് വരണം ബാപ്പാ, ആ പ്രണയത്തിന്റെ വഴിയിലേക്ക് വരണം പെങ്ങളെ, ഉമ്മ, ആ മഹബ്ബത്തിന്റെ പാതയിലേക്ക് വരണം. ഈ സദസ്സ് അതിന് കാരണമാകണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും അവിടെ ഇരിക്കുക. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. ഇവിടെ ദാറുൽ ഇഹ്സാൻ എന്ന മഹത്തായ സ്ഥാപനം, ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളും ഇതിന്റെ എല്ലാ കാര്യങ്ങളും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മിലേക്ക് എത്തിച്ചു തന്ന പരിശുദ്ധ ഇസ്ലാമിന്റെ വെളിച്ചം നിലനിർത്താൻ വേണ്ടിയാണ്. നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളും അങ്ങനെയാണ്. അതുകൊണ്ട് നിങ്ങൾ ആ സ്ഥാപനങ്ങളെ ഏറ്റെടുക്കണം, അകമടിഞ്ഞ് സഹായിക്കണം, സഹകരിക്കണം. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഈ മഹത്തായ സ്ഥാപനത്തിന് നേതൃത്വം നൽകുന്നത് മഹാരഥന്മാരായ സാദാത്തുക്കളാണ്, തങ്ങന്മാരാണ്. ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ, അർലടുക്ക തങ്ങളവരുകൾ പ്രസിഡന്റാണ്. ഞാൻ ഇവിടെ വന്നപ്പോൾ അറിഞ്ഞു, ബഹുമാനപ്പെട്ട കണ്ണവം തങ്ങൾ. അള്ളാഹു സാദാത്തുക്കൾക്കും ഈ വേദിയിലുള്ള നമ്മുടെ എല്ലാ നേതാക്കൾക്കും ഉസ്താദുമാർക്കും അള്ളാഹു നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. കണ്ണവം തങ്ങളവരുകൾ അൽഹംദുലില്ലാഹ് സെക്രട്ടറിയാണ്. ഇങ്ങനെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന, അധ്വാനിക്കുന്ന ഒരുപാട് പേരുണ്ട്. അല്ലാഹു ഈ മഹത്തായ സ്ഥാപനത്തെ ഇനിയും അല്ലാഹു ഉയരങ്ങളിലേക്ക് എത്തിക്കുമാറാവട്ടെ. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ബഷീർ സഖാഫി ഒരുപാട് തവണ ഈ വിനീതനെ വിളിച്ചെങ്കിലും വിളിക്കുമ്പോഴൊക്കെ പറയുന്നത് കണ്ണമം തങ്ങളെ പേരും പറഞ്ഞിട്ടാണ്, ബഹുമാനപ്പെട്ട തങ്ങളവരുകളെ പേരും പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത് തന്നെ. പക്ഷെ ഇപ്പോഴാണ് വരാൻ അവസരം കിട്ടിയത്. അല്ലാഹു ഈ സദസ്സ് ഖബൂൽ ചെയ്യട്ടെ. ബഷീർ സഖാഫി ഉസ്താദിന് ചെറിയൊരു പ്രയാസമുണ്ട്. അല്ലാഹു ആ പ്രയാസം മാറ്റിക്കൊടുക്കട്ടെ, കാമിലായ ശിഫ കൊടുക്കട്ടെ, നല്ല ആഫിയത്ത് അല്ലാഹു തആല കൊടുക്കുമാറാവട്ടെ. നമ്മുടെ വേദിയിൽ ധാരാളം ആലിമീങ്ങളുണ്ട്. ആദരണീയരായ നമ്മുടെ നേതൃത്വമായ BS ഉസ്താദ് ഉൾപ്പെടെ പ്രഗത്ഭരായ പ്രഭാഷകന്മാരും
ഉലമാക്കളും നേതാക്കളും ഒക്കെ നമ്മുടെ വേദിയിലുണ്ട്. അല്ലാഹു എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അൽഹംദുലില്ലാഹ്, സാദാത്തുക്കളുടെ നേതൃത്വത്തിലുള്ള നല്ല എല്ലാ മാസവും നടക്കുന്ന ഒരു നല്ല മജ്ലിസാണ് നമ്മുടെ ഈ മജ്ലിസ്. കണ്ണവം തങ്ങൾ, ഞാൻ ഗൾഫിൽ പോയപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു, കണ്ണവൻ തങ്ങൾ തമാശക്കൊരു കാര്യം പറയും, പക്ഷെ തമാശക്ക് പോലും പറയിപ്പിക്കണ്ടാവാ, പിന്നെ കൊടുങ്ങൂന്ന് പറയും. കാരണം തങ്ങൾ ഒരു വാക്ക് പറഞ്ഞാൽ അത് അതുപോലെ നടക്കൂന്നാണ്. അത് സാദാത്തുക്കൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന പവറാണ്. ബഹുമാനപ്പെട്ട തങ്ങളവരുകളാണെങ്കിലും മഹാന്മാരായ സാദാത്തുക്കൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന പവറാണ്. ഇപ്പൊ ഇവിടെ തന്നെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, അൽഹംദുലില്ലാഹ്, ഇവിടെ സാദാത്തുക്കളുടെ നേതൃത്വത്തിൽ ഈ മഹത്തായ സ്ഥലത്ത് ബദരീങ്ങളുടെ സദസ്സ് തുടങ്ങുമ്പോ ഇവിടെ നല്ല ഉഷാറായി കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു ഇനിയും ഉഷാറാക്കി തരട്ടെ. മുള്ളേരിയയിൽ ഇവിടെ വന്നപ്പോൾ എന്നോട് സംഘാടകർ പറഞ്ഞു, പ്രവർത്തകർ പറഞ്ഞു, മുള്ളേരിയയിൽ എന്നും സുബഹിക്ക് ശേഷം എന്നറിയാൻ സാധിച്ചു അവിടെ ബഹുമാനപ്പെട്ട കണ്ണവന്തങ്ങളുടെ നേതൃത്വത്തിൽ നാരിയത്ത് സ്വലാത്ത് നടക്കുന്നുണ്ട്, ഭയങ്കര ഉഷാറായി നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ തങ്ങൾ നേതൃത്വം നൽകുന്ന സദസ്സുകളൊക്കെ അങ്ങനെയാണ്. സൈദിയയിൽ നടക്കുന്ന ജലാലിയ റാത്തീബാണെങ്കിലും അല്ലാഹു അതൊക്കെ കബൂൽ ചെയ്യുമാറാവട്ടെ. ബഹുമാനപ്പെട്ട തങ്ങളവരുകൾക്ക് സാദാത്തുക്കൾക്ക് അല്ലാഹു തആല അങ്ങനെ ഒരു പവർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളൊക്കെ ആ സാദാത്തുക്കളെ പിന്നിൽ, അഹ്ലു ബൈത്തിന്റെ പിന്നിൽ അണിനിരക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. ഈ മഹത്തായ സ്ഥാപനത്തിന് വലിയ ചെലവ് വരും. അതൊക്കെ കണ്ടറിഞ്ഞിട്ടാണ് ഇത് തുടങ്ങുന്നത് തന്നെ. സ്ഥാപനങ്ങൾക്കൊക്കെ വലിയ ചെലവുണ്ടാകും. നിങ്ങളെപ്പോലെയുള്ള മുഅ്മിനീങ്ങൾ സഹായിച്ചിട്ടാണ് അതൊക്കെ നടക്കുന്നത് തന്നെ, അല്ലെങ്കിൽ ഇതൊന്നും നടക്കൂല. ഇവിടെ വന്നപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞു, എല്ലാ മാസവും 4 ലക്ഷം രൂപ ഇവിടെ ചെലവിന് വേണ്ടി വരുന്നു. ഏകദേശം 1 ലക്ഷം രൂപ ഇവിടുത്തെ ശമ്പളത്തിന് മാത്രം വേണ്ടി വരും. അങ്ങനെ ഒരുപാട് പേര് ഇവിടുത്തെ കുട്ടികളെ ഭക്ഷണത്തിനും മറ്റുമൊക്കെ സഹായിക്കുന്നുണ്ട്. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. ഈ മുതഅല്ലിമീങ്ങളെ അല്ലാഹു ഉഖ്റവിയായ ആലിമീങ്ങളാക്കി തരുമാറാവട്ടെ. അപ്പോൾ അതുകൊണ്ട് എത്ര പൈസ വന്നാലും മതിയാകൂല. അതുകൊണ്ട് നിങ്ങളൊക്കെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സംഖ്യകൾ ഏറ്റെടുക്കണം. ഇവിടെ ഇപ്പൊ മജ്ലിസ് തുടങ്ങാനായല്ലേ, എനിക്ക് ചോദിക്കാം, ഒരു ചെറിയ സമയത്തിന്റെ ഉള്ളിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു ബർക്കത്തിന്റെ സംഖ്യ നോക്കാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞ സദസ്സാണല്ലോ. അപ്പൊ അതുകൊണ്ട് പ്രയാസം എല്ലാവർക്കും ഉണ്ട്. ആ പ്രയാസങ്ങളൊക്കെ നീങ്ങി കിട്ടാൻ വേണ്ടി ഒരു നല്ല നിയ്യത്തില് ഇൻഷാ അല്ലാഹ്, കൂടുതലൊന്നും ഞാൻ ചോദിക്കൂല, നിങ്ങളൊന്ന് ഏറ്റെടുത്താൽ ബാക്കി ഇൻഷാ അല്ലാഹ് ഇവിടുത്തെ പ്രവർത്തകർ, സംഘാടകർ നിങ്ങളെ ബന്ധപ്പെടും. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. സാദാത്തുക്കളെയും ആലിമീങ്ങളൊക്കെ കുറെ നേരെ ഇരുത്തിയിട്ട് നിങ്ങളെയും കുറെ നേരെ ഇരുത്തിയിട്ട് ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. അപ്പൊ അതുകൊണ്ട് നല്ല നിയ്യത്തിൽ ഇൻഷാ അല്ലാഹ്, റജബ് മാസമാണ്, ഞാൻ പറഞ്ഞില്ലേ, റമളാനിൽ കൃഷികള് കൊയ്തെടുക്കേണ്ട മാസമാണ്. അത് കൊയ്തെടുക്കണമെങ്കിൽ റജബിൽ കൃഷി ചെയ്യണം. അപ്പൊ ആ റജബിൽ കൃഷി ചെയ്താലേ റമളാനിൽ കൃഷി കൊയ്തെടുക്കാൻ പറ്റൂ. അബൂബക്കറുൽ വറാഖൽ ബൽഖി തങ്ങൾ പറഞ്ഞ വാക്ക് റളിയല്ലാഹു അൻഹു ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞില്ലേ. അൽഹംദുലില്ലാഹ്, ആദ്യമായി ബഹുമാനപ്പെട്ട പ്രസിഡന്റ് തങ്ങളവരുകൾ എന്റെ കയ്യിൽ തന്നു. അല്ലാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ, ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. നല്ല നിയ്യത്തിൽ അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. ഒരു സഹോദരൻ 1000 രൂപ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആരാ ഒരു തുടക്കം ഒരുക്കാൻ നോക്കട്ടെ. റജബ് മാസല്ലേ, 1000 രൂപ. 1000 മതിയോ? പോരല്ലേ? അല്ലാഹു ബർക്കത്ത് നൽകട്ടെ, സന്തോഷം നൽകട്ടെ. ഞാൻ നിർത്താൻ നോക്കട്ടെ. ഒരു നല്ല രൂപത്തിൽ തങ്ങൾ തുടങ്ങിയാണല്ലോ, അപ്പൊ അത് ഹായ്ബാവും ഇൻഷാ അല്ലാഹ്. ഒരു 3313 രൂപ. അൽഹംദുലില്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. 2000 അല്ലാഹു ഖൈർ കൊടുക്കട്ടെ. ഈ കൂട്ടത്തിൽ ഉംബു ഹാജി, അൽഹംദുലില്ലാഹ്, അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഈ സദസ്സിൽ റജബല്ലേ, അൽഹംദുലില്ലാഹ്, നമ്മളെ ബഷീർ സഖാഫിന്റെ ജ്യേഷ്ഠൻ അല്ലേ, ഖൂലു തക്ബീർ, ബഷീർ സഖാഫിന്റെ ജ്യേഷ്ഠൻ അബ്ദുൽ ഖാദർ സാഹിബ് അൽഹംദുലില്ലാഹ് ആദ്യമായി ഒരു 3313 രൂപ ഏറ്റെടുത്തു. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആ മുഖത്ത് കാണിച്ച ആവേശം, ആ ചിരി, മരിച്ചു കിടക്കുന്ന സമയത്ത്, ആ മയ്യിത്തായി കിടക്കുന്ന സമയത്തും ആ മുഖത്ത് ആ ചിരി അല്ലാഹു കാണിച്ചു കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. റജബാണ്, അപ്പൊ നല്ല നിയത്തിൽ അല്ലാഹ് തരും. നല്ല മനസ്സുണ്ടെങ്കിൽ അല്ലാഹു തരും. ആരാ ഒരു ബാപ്പ, ആരായി സദസ്സിൽ റജബ് മാസത്തെ പരിഗണിച്ചുകൊണ്ട് ഒരു 3313 രൂപ ഞാൻ
തരാം, ഞാൻ ഏറ്റെടുക്കാം എന്ന് പറയുന്ന ഒരു നല്ല സഹോദരൻ ആരാ? ബിസ്മില്ലാ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. 1000 രൂപ അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ. ആരാ ഈ സദസ്സ്? കൂടുതലൊന്നും വേണ്ട, ഒരു രണ്ടാമത്തെ ഒരാൾ ആരാ? ബിസ്മില്ലാ ബിസ്മില്ലാ അൽഹംദുലില്ലാഹ്. അതാ 2 പേർ ഒന്നിച്ച്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇവിടെ ഒന്ന്, അവിടെ അത് അവരുടെ കയ്യാര ഒന്ന്. അൽഹംദുലില്ലാഹ്. അത് അവിടെ ആ മൂലയിൽ. ബദരി ഇയാളാ? അതാണ് നമ്മളെ മറ്റാളാ? ബദിയെടുക്ക. ഇയാളെ ബദിയ സൂപ്പർ മാർക്കറ്റ് വലുത് ഭാഗത്തുള്ള അല്ലേ? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആ ഭക്ഷണത്തിന് സാധനമൊക്കെ അവിടുന്ന്. ആയിക്കോട്ടെ. അപ്പൊ പിന്നെ മൂപ്പർ ഏതായാലും ഏറ്റെടുക്കാതിരിക്കാൻ പറ്റൂലല്ലോ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. കച്ചവടം കുറവാണ്. അല്ലാഹുവേ, ആ കച്ചവടം നീ വികസിപ്പിക്കണേ അല്ലാഹ്. നല്ല ബർക്കത്തുള്ള കച്ചവടമാക്കണേ അല്ലാഹ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ശുഅറാ, ആ സൂറത്തിന്റെ ബർക്കത്ത് കൊണ്ട് നീ ആ കൂട്ടുകാരന്റെ കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. എപി സർക്കാർ അപ്പൊ മൂപ്പർ അത് മതിയാ? എപി സർക്കാർ ആവുമ്പോ റഷീദ് എപി സർക്കാർ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, ഖൈർ കൊടുക്കട്ടെ, സന്തോഷം കൊടുക്കട്ടെ, വിഷമങ്ങൾ അല്ലാഹു തീർത്തു കൊടുക്കട്ടെ. ബഹ്റൈൻ ഇവിടെ വന്നിന് മൂപ്പര് എവിടെ ഉണ്ട്? സദസ്സിലുണ്ട്. ഞാനും എന്റെ ഭാര്യയൊക്കെ വരുന്ന അതവിടെ നമുക്ക് അച്ഛനെ പരിചയം. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. ഉമ്മുഹാജി വാപ്പാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഉമ്മുഹാജിക്ക് സന്തോഷം കൊടുക്കട്ടെ. എന്നാൽ വരുമ്പോ ഇന്നലെ ഇങ്ങനെ വാട്സപ്പിൽ ഒരു മെസ്സേജ് കണ്ടു, ഞാനും ഭാര്യയും കുഞ്ഞൊക്കെ വരും. ഒരു കുട്ടിയല്ലേ? അടുത്ത കുട്ടി ആകണമെന്നാ ഉദ്ദേശം. അതാ ഇങ്ങനെ വന്നിരിക്കണം. ഇൻഷാ അല്ലാഹ് തങ്ങളവരുകൾ ദുആ ചെയ്യും, സാദാത്തുക്കൾ ദുആ ചെയ്യും. അള്ളാഹു നല്ല ഖൈർ കൊടുക്കട്ടെ, അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ. ഹസൻ അവരെ കച്ചവടത്തിൽ, ബഹ്റൈനിലെ കച്ചവടത്തിലൊക്കെ അള്ളാഹു നല്ല ബർക്കത്ത് ചെയ്യട്ടെ. വിഷമങ്ങൾ അള്ളാഹു തീർത്തു കൊടുക്കട്ടെ. നല്ല മക്കളെ അള്ളാഹു കൊടുക്കട്ടെ. അതാ നമ്മുടെ ചെറുണിലെ ഉമർ, അതാ ബഹ്റൈൻ എന്നല്ലേ? ഉമർ 3313 രൂപ. അല്ലാഹുവേ, ഉമറിന്റെ വാപ്പാക്ക് നീ നല്ല ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. കുടുംബത്തിന് സന്തോഷം നൽകണേ അല്ലാഹ്. ഉമറിന്റെ ജോലിയിലൊക്കെ നീ നല്ല ബർക്കത്ത് നൽകണേ അല്ലാഹ്. എല്ലാ അസ്വസ്ഥതകളും നീ നീക്കം ചെയ്യണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹ്. ഇനി ആരാ? നല്ല നിയത്തിൽ ഇൻഷാ അല്ലാഹ് റജബ് മാസത്തിൽ കാണിക്കുന്ന ഒരു ആവേശം അല്ലാഹു തആല ആ ആവേശം ഒരിക്കലും ഇല്ലാതാക്കി കളയില്ല. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു സഹോദരൻ ആരാ പറയാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉസ്താദേ, എന്റെ മരണപ്പെട്ടു പോയ പിതാവിന്റെ പേരിൽ പറഞ്ഞ, എന്റെ മരണപ്പെട്ടു പോയ പിതാവിന്റെ പേരിൽ, എന്റെ മരണപ്പെട്ടു പോയ മാതാവിന്റെ പേരിൽ ഇൻഷാ അല്ലാഹ് ഈ റജബ് മാസത്തിൽ ഞാനൊരു 3313 ഏറ്റെടുക്കാം എന്ന് പറയുന്ന അതാ അവിടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹ് ഉമ്മാന്റെയും ബാപ്പാന്റെയും കാര്യം പറയുമ്പോ പിന്നെ അവിടെ വേറെ ഒന്നുമില്ല. പിന്നെ കയ്യങ്ങ് ഓട്ടോമാറ്റിക്കായി പോകും. അല്ലാഹുവേ, ആ കൂട്ടുകാരനിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ആരാ മരിച്ചിട്ടുണ്ടെന്ന് അല്ലാഹു വേണം. അല്ലാഹുവേ, ആരെയാണോ മനസ്സിൽ കരുതിയിട്ട് ഏറ്റെടുത്തിട്ടുള്ളത് അവരുടെ ഖബറിലേക്ക് ഇതിന്റെ പ്രകാശം നീ എത്തിക്കണേ അല്ലാഹ്, വെളിച്ചം എത്തിക്കണേ അല്ലാഹ്. അത് ഏറ്റെടുത്ത ആ കൂട്ടുകാരന് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്, വിഷമങ്ങളെ തീർത്തു കൊടുക്കണേ അല്ലാഹ്. ഇനി ആരാ? ഉസ്താദേ, എന്റെ ഉമ്മ ഖബറിലാ ഉസ്താദേ, ആ ഉമ്മയിലേക്ക് ഒരു വെളിച്ചം കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ഏറ്റെടുക്കാം ഒരു 3313. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു നല്ല ഉമ്മാനെ സ്നേഹിക്കുന്ന ഒരു മകൻ ആരാ ഈ സദസ്സിലുള്ളത്? ബിസ്മില്ലാഹ്. ഇൻഷാ അല്ലാഹ് ഈ സദസ്സെന്ന് വെച്ച് അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യും. ആരാ പറയാ? ഇൻഷാ അല്ലാഹ് എന്റെ ഉമ്മാക്ക് വേണ്ടി, എന്റെ ബാപ്പാക്ക് വേണ്ടി ഞാൻ ഏറ്റെടുക്കാം എന്ന് പറയുന്ന ഒരു നല്ല സഹോദരൻ. നമ്മൾ ഗോളി എടുക്കാം. ഉമ്മൂപ്പ ഹയാത്തിലുണ്ട്. നമ്മുടെ കബീർ ഹിമമി. എവിടെ വേദന പോയാലും മൂപ്പർ വേദന പോകുന്ന ആളാ. എന്നാലും എവിടെ പോയാലും മൂപ്പർ അവിടെ ഉണ്ടാവും. അല്ലാഹുവേ, കബീർ ഹിമമി ഒരു 3313 രൂപ നീ ആ മാതാപിതാക്കൾക്ക് നല്ല ആഫിയത്ത് നൽകണേ അല്ലാഹ്, ശിഫ നൽകണേ അല്ലാഹ്. അദ്ദേഹത്തിന് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. അദ്ലഞ്ഞി പിലാങ്കട്ട 3313. അല്ലാഹുവേ, അദ്ലഞ്ഞി പിലാങ്കട്ട എന്ന സഹോദരൻ നീ അവരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്, വിഷമങ്ങളെ തീർത്തു കൊടുക്കണേ അല്ലാഹ്. ഈ മുബാറക്കായ മജ്ലിസിൽ, ഈ മഹത്തായ സ്ഥാപനത്തോട് കാണിക്കുന്ന ആവേശത്തിന്റെ ബർക്കത്ത് നീ അവരുടെ ജീവിതത്തിൽ നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. ഇനി ആരാ? ആവേശം കുറയരുതട്ട, ആവേശം നിർത്തരുത്. അബ്ബാസ് വിലാങ്കട്ട 2000 രൂപ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഉദ്ദേശം അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കട്ടെ. മൂസ തഖാഫി അൽഹംദുലില്ലാഹ് 3000. ഇപ്പൊ അടുത്ത കാലത്തായിട്ട് കുറെ ഉസ്താദന്മാരൊക്കെ ഇഷ്ടം പോലെ സംഭാവന ചെയ്യും.
അടുത്ത കാലത്തൊന്നും അല്ല, മുമ്പ് തന്നെ ഉള്ളതാ. പക്ഷെ എന്നാൽ നമ്മളിപ്പോ അടുത്ത കാലത്ത് സ്റ്റേജ് കയറിയത് കൊണ്ട് അനുഭവം കൊണ്ട് പറയാം. മൂസ സഖാഫി ഉസ്താദ് 3313. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ, ഖൈർ കൊടുക്കട്ടെ, ഇസ്സത്ത് കൊടുക്കട്ടെ. അല്ലാഹുവേ, ഇത്രയും നേരം ഈ ഇവിടെ പഠിക്കുന്ന മക്കളെ സഹായിക്കുന്ന ഉദ്ദേശത്തോടു കൂടെ ഏറ്റെടുക്കുന്ന ഈ സഹോദരങ്ങൾ അവരെ ആവശ്യത്തിന് വേണ്ടി മറ്റൊരുത്തരുടെ മുന്നിൽ കൈനീട്ടി യാചിക്കുന്ന ഒരു അവസ്ഥ നീ വരുത്തല്ലേ അല്ലാഹ്. ഇവിടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ ഒരു 5000 രൂപ ഞാൻ ഏറ്റെടുക്കുന്നു. എന്റെ ഉമ്മാന്റെ കണ്ണിന്റെ കാഴ്ചയൊന്ന് റാഹത്തായി കിട്ടാൻ അല്ലാഹുവേ, നീ ബഹുമാനപ്പെട്ട തങ്ങളവരുകളുടെ ഉമ്മാന്റെ കണ്ണിന്റെ കാഴ്ച വർദ്ധിപ്പിക്കണേ റഹ്മാനെ. എന്ത് തടസ്സമുണ്ടെങ്കിലും നീ അത് മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. വിഷമങ്ങൾ തീർത്തു കൊടുക്കണേ അല്ലാഹ്. ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് നീ അതിനൊരു പരിഹാരം കാണിക്കണേ അല്ലാഹ്. തങ്ങളവരുകൾക്ക് നല്ല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. നമുക്ക് നേതൃത്വം നൽകാൻ നീ ഹിമ്മത്ത് വർദ്ധിപ്പിക്കണേ അല്ലാഹ്. അതുപോലെ ഞാൻ ഇവിടെ വരുമ്പോ കുറച്ച് നേരത്തെ ഉച്ചക്ക് തന്നെ ഞാൻ വന്നിരുന്നു. നമ്മൾ നെല്ലിക്കട്ടയിലെ താജുദ്ദീൻ അവരെ വീട്ടിൽ പോയി അവിടെ ഭക്ഷണം കഴിച്ച് വിശ്രമിച്ചിട്ടൊക്കെ ഇങ്ങോട്ട് വന്നതാണ്. അപ്പൊ അവിടെയും അവരെ ഉമ്മ കണ്ണിന് ഷുഗർ ഒക്കെ കൂടിയിട്ട് കണ്ണിന്റെ കാഴ്ച ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അല്ലാഹു ആ ഉമ്മാന്റെ കണ്ണിന്റെ കാഴ്ച അല്ലാഹു തിരിച്ചു കൊടുക്കട്ടെ, ശിഫ നൽകട്ടെ, ആഫിയത്ത് നൽകട്ടെ. ആ വീട്ടുകാർക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനി ആരാ നിർത്താൻ? ബിസ്മില്ലാ. ആവേശം ഓർക്കണ്ട, ഈ ആവേശം ഇങ്ങനെ പോണം. ഇൻഷാല്ലാഹ് റജബാണ്. ആരാ ഒരു 3313 രൂപയും കൂടി ഒരു ചെറുപ്പക്കാരൻ ആരായി സദസ്സിലുള്ളത്? ദീനിനോട് കാണിക്കുന്ന ആവേശം. ഞാൻ കൂടെ ഉണ്ട് ഉസ്താദേ ഈ സംരംഭത്തോട്. ഉമ്മമാരുണ്ട്, അവർ ഭാഗത്ത് ആരെങ്കിലും പോയിട്ടുണ്ടോ? പെണ്ണുങ്ങൾ ഒരു കടലാസിൽ അങ്ങോട്ട് കൊടുത്തയച്ചാൽ അവരിങ്ങനെ അവരെ കൊണ്ട് കഴിയുന്ന സംഖ്യ എഴുതും. 3313 ഒക്കെ അങ്ങനൊക്കെ എഴുതും. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പെണ്ണുങ്ങളാണ് ഈ സ്ഥാപനത്തെ കൂടുതൽ ഏറ്റെടുക്കുന്നത്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എത്രയോ സ്ത്രീകൾ ഞാനിവിടെ കാണുന്നുണ്ട്, വെച്ച കസേര വെച്ചിട്ടും അത് മതിയാവാതെ അവസാനം ഇങ്ങനെ പിന്നെ ഇരിക്കാൻ വേണ്ടി ബെഞ്ച് കൊണ്ടുപോയി വെക്കുന്നത് ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അല്ലാഹു ആ ഉമ്മമാർക്കൊക്കെ ഇസ്സത്ത് കൊടുക്കട്ടെ, ബർക്കത്ത് കൊടുക്കട്ടെ. ഉമ്മമാരെ നല്ല സംഖ്യകൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സംഖ്യകൾ നിങ്ങൾ ആ കടലാസിൽ എഴുതി കൊടുക്കുക. ഇവിടെ ഇൻഷാല്ലാഹ് വായിച്ചിട്ട് പ്രത്യേകിച്ച് ദുആ ചെയ്യും. ഒരുപാട് വിഷമങ്ങളുള്ള ഉമ്മമാരി സദസ്സിലുണ്ട്. അല്ലാഹു വിഷമങ്ങൾ തീർത്തു കൊടുക്കട്ടെ. ആരാ പറയാ? ബിസ്മില്ലാ. ഒരു 3313 ഏത് ചെറുപ്പക്കാരനെ പറയാൻ നോക്കട്ടെ ഉസ്താദേ. അങ്ങനെ ഉണ്ടല്ലോ, ജീവിച്ചിരിപ്പുള്ള ഉമ്മാക്ക് വേണ്ടി ഏറ്റെടുക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ആരാളുള്ളത്? എന്റെ ഉമ്മ ഹയാത്തിലുണ്ട് ഉസ്താദേ, ഉമ്മ മരിച്ചിട്ടില്ല. പക്ഷെ എന്റെ ഉമ്മാന്റെ ആരോഗ്യം ഒന്ന് നിലനിന്ന് കിട്ടണം. കുറെ കാലം എനിക്ക് എന്റെ ഉമ്മാനെ ഒന്ന് ആരോഗ്യത്തോടെ കാണണം എന്ന നിയത്തില് ഉമ്മാനെ സ്നേഹിക്കുന്ന ഒരു നല്ല മകൻ ആരായി സദസ്സിലുള്ളത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു 3313 രൂപ ആരാ പറയാ? ബിസ്മില്ലാ. ആരാ? അൽഹംദുലില്ലാഹ്. അതവിടെ ബാക്കിൽ ഉമ്മാനെ സ്നേഹിക്കുന്ന ഒരു മകൻ. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ മകന് 2 അല്ലാഹു ആഫിയത്ത്. അതാ ഉമ്മാക്കും അവർ ആഫിയത്തിന് വേണ്ടി ചോദിക്കുമ്പോ പിന്നെ അവർ ഇങ്ങനെ അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. 2 പേരായി, ഇവിടെ ഒന്ന് അവിടെ ഒന്ന്. അല്ലാഹു ആഫിയത്ത് വർദ്ധിപ്പിക്കട്ടെ. ഉമ്മാന്റെ ആഫിയത്തിന് വേണ്ടി പറഞ്ഞതുകൊണ്ട് ഏറ്റെടുത്തതിന്റെ ബർക്കത്ത് കൊണ്ട് അവർക്കും അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ബഷീർ സഖാഫി അൽഹംദുലില്ലാഹ്. ആയിഷ മറ്റേ ഇവര് ഏറ്റെടുത്ത പൈസ തന്നുട്ടാ. അത് അവിടെ ഇതാക്കില്ല. ബഷീർ സഖാഫിന്റെ ഉമ്മാന്റെ ആഫിയത്തിന് വേണ്ടി ബഷീർ സഖാഫി ഒരു 3313 രൂപ. അല്ലാഹുവേ, ആ ഉമ്മാക്ക് നീ നല്ല ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. എന്ത് ക്ഷീണമാണോ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ഉമ്മാക്ക് വേണ്ടി സംഭാവന ഏറ്റെടുത്തതിന്റെ ബർക്കത്ത് കൊണ്ട് ബഷീർ സഖാഫിക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ഇനി ആരാ അതേ നിയത്ത് വെച്ചിട്ട് ഉസ്താദേ? അതാ ആ ബാക്കിൽ ഒരു സഹോദരൻ. ഉമ്മയാ, ബാപ്പയാ. അതിന് പകരം ഒന്നും ഉണ്ടാവില്ല. സ്ഥാപനത്തിന്റെ ഫൈനാൻസ് സെക്രട്ടറി ഹമീദാജി. അൽഹംദുലില്ലാഹ് 3313. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഹമീദാജിയുടെ ഉദ്ദേശങ്ങളൊക്കെ അല്ലാഹു നിറവേറ്റി കൊടുക്കട്ടെ. വിഷമങ്ങൾ അല്ലാഹു തീർത്തു കൊടുക്കട്ടെ. ഒരു സഹോദരൻ കൂടി ആ ബാക്കിൽ ഉമ്മാന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു സഹോദരൻ അവിടെ ഏറ്റെടുത്തു. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, ബർക്കത്ത് കൊടുക്കട്ടെ, സന്തോഷം കൊടുക്കട്ടെ. ഇനി ആരാ? ബിസ്മില്ലാ.
ഉസ്താദേ, എനിക്കുണ്ട് എന്റെ ഉമ്മ. ഈ ഏറ്റെടുത്തവന് മാത്രമല്ല, എനിക്കുണ്ട് എന്റെ ഉമ്മ, എനിക്കുണ്ട് എന്റെ ബാപ്പ. അവരെ ആരോഗ്യത്തോടെ എനിക്കൊന്ന് കാണണം. അതിന് എനിക്കും ആരോഗ്യം വേണം. ഞാനാരാ ഏറ്റെടുക്കണേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു 3000 മൂപ്പർ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. ഏറ്റെടുക്കാനാണോ എന്നറിയില്ല കേട്ടോ. അതാ അള്ളാഹു ബർക്കത്തേട്ടെ. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അള്ളാഹുവേ, ആലിമീങ്ങളൊക്കെ വരുമ്പോ അവരെ കൂട്ടിക്കൊണ്ടുപോകാണ്. ബഹുമാനപ്പെട്ട താജുദ്ദീൻ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, ഖൈർ നൽകട്ടെ, വിഷമം നൽകട്ടെ. വിഷമങ്ങൾ അള്ളാഹു തീർത്തു കൊടുക്കട്ടെ. 3313 രൂപ അള്ളാഹു ആ പിതാവിന്റെ ഖബർ ജീവിതം സന്തോഷത്തിലാകട്ടെ. ഉമ്മാന്റെ കണ്ണിന്റെ കാഴ്ച അള്ളാഹു തആല തിരിച്ചു കൊടുക്കട്ടെ. ഭാര്യക്കും മക്കൾക്കൊക്കെ അള്ളാഹു നല്ല ബർക്കത്ത് ചെയ്യട്ടെ. ഇനി ആരാ? ബിസ്മില്ലാ. ആരാ പറയാ? ഈ സദസ്സ് നോക്കട്ടെ. നിർത്തി. ഒരു 3313 കൂടി ഉസ്താദേ, എനിക്കും ജലീല് ബിയം തടക്ക അല്ലേ? ബിയം തടക്ക 3313. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, ബർക്കത്ത് കൊടുക്കട്ടെ. എന്ത് ഉദ്ദേശമാണ് അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കട്ടെ. 1000. മുഹമ്മദ് മുനിയൂർ അല്ല, മലപ്പുറത്തെ മുനിയൂർ. 3313. നൗഷാദ് 1000. അള്ളാഹു ബർക്കത്ത്. മുഹമ്മദ് ബീജൻ തടക്ക. കുറെ അടുക്കുണ്ട് ഇടയിലടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അവരുടെ എന്താ പറയണ്ട. ജുനൈദ് അവരെ ഉപ്പുപ്പയപ്പെടുന്ന വെച്ചു. അവരുടെ പേരിൽ 500 രൂപ. അള്ളാഹു അവരുടെ ഖബർ ചെയ്ത സന്തോഷത്തിലാകട്ടെ. ഒരുപാട് പേര് കാണുന്നു. സലാമക്ക, ഓൺലൈനിൽ ഒരുപാട് പേര് കാണുന്നുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങൾ അവിടെ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് പറയുന്ന ആളുകൾ പറഞ്ഞു. എന്നും ഞാൻ പ്രസാദത്തിന് പോകുന്ന എല്ലാ സദസ്സിലും സംഭാവന ഏറ്റെടുക്കുന്ന ആളുകളുണ്ടാവും. 1000 2000 ഒക്കെ ഏറ്റെടുക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവരൊന്നും ഇപ്പോൾ ഇവിടെ കാണുന്നില്ല. അവരും കൂടി രംഗത്ത് വരും ഇൻഷാ അല്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, സന്തോഷം കൊടുക്കട്ടെ. ഇനി ആരാ പറയാ? ബിസ്മില്ലാ. ഒരു 3 പേര് ആരാ പറയാ? ഒരു 3 പേര് ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ, ഈ ആവേശം കാണിക്കുന്ന കൈ നീ ജീവിതത്തിൽ വേദനിക്കുന്ന കയ്യാക്കല്ലേ അല്ലാഹ്. ആരാ നോക്കട്ടെ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു 3313. നേരത്തെ പറഞ്ഞില്ലേ, ഉമ്മാന്റെയും ബാപ്പാന്റെയും ആരോഗ്യത്തിന് വേണ്ടി ഞാൻ ഏറ്റെടുക്കാം എന്ന് പറയുന്ന അവർക്ക് വേണ്ടി ഏറ്റെടുത്ത മൂസ തഖാവി ഉസ്താദ്, മാഷാ അല്ലാഹ്. ഒരു 3313. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, ബർക്കത്ത് കൊടുക്കട്ടെ, ഇസ്സത്ത് കൊടുക്കട്ടെ. ഇനി ആരാ? നോക്കട്ടെ. ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ പറയോ? ഇൻഷാ അല്ലാഹ്. നിർത്തി ഒരാളാ. ഇനി 2 പേരും കൂടി ഞാൻ ഏറ്റെടുക്കാം ഉസ്താദേ. ഒരു 3313. ആരെങ്കിലും പറയോ? നല്ല നിയത്തോടു കൂടി. പടച്ച റബ്ബേ, ഇത് ഏറ്റെടുക്കുന്നവർക്ക് മരിക്കുന്നതിന് മുമ്പായി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നീ മനാമിൽ കാണിച്ചു കൊടുക്കണേ അല്ലാഹ്, സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കണേ അല്ലാഹ്. ആരാ പറയാ? ഇപ്പൊ ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ, ഞാൻ പോകുന്ന വാദിന്റെ സദസ്സിലൊക്കെ ഒരു 3313 രൂപക്ക് എല്ലാരും ചോദിക്കും. അപ്പോ ഞാൻ എല്ലാ സദസ്സിലും കൊടുക്കും. എന്തിനാരെയോ കൊടുക്കണ ആഗ്രഹം, കൊടുക്കാനുള്ള ആഗ്രഹം എന്താ? തങ്ങളെ മനാമിൽ കാണണം, സ്വപ്നത്തിൽ കാണണം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നിയത്തോടു കൂടെയാണ്. എന്നിട്ട് ഈ ചെറുപ്പക്കാരൻ പറയാ, ഞാൻ പോയ സ്ഥലത്ത് ഞാനും ചോദിച്ചു അവനോട് ആ സദസ്യ സംഭാവന. അവൻ അപ്പോഴും ഏറ്റെടുത്തു. വണ്ടി കയറുന്ന സമയത്ത് അവൻ പറയാണ്, ഞാൻ 2 തവണ കണ്ടിട്ടുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇനി എനിക്ക് 3ാമതായിട്ടും കാണണം. അതിനാണ് 3313 ഇവിടെ തന്നത് എന്ന് പറഞ്ഞു. അല്ലാഹു ആ സഹോദരന് തൗഫീഖ് കൊടുക്കട്ടെ, തൗഫീഖ് ചെയ്യട്ടെ. എന്താ പേര്? മിൽത്തടി അബൂബക്കർ സാഹിബ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നീ കാണിച്ചു കൊടുക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. ഇനി ആരാ? ആ നിയത്തിൽ തന്നെ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് അല്ലേ? 3313 തങ്ങളെ കാണാൻ പറ്റുമോ? അങ്ങനെയാണ് ഞാൻ കൊടുത്തോളാം. അങ്ങനല്ല, മനസ്സിൽ ആഗ്രഹം വെച്ചിട്ട് ഏറ്റെടുക്കാൻ. സംഭാവനക്കാളും വലുത് ആഗ്രഹം. ആരാ പറയാ? ഒരു നല്ല ചെറുപ്പക്കാരൻ ഇൻഷാ അല്ലാഹ്. ഒരാളും കൂടി പറയാം, എന്നിട്ട് നിർത്താം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാ. ആരാ? ഒറ്റൊരാൾ ഈ കൂട്ടത്തില് ഞാൻ ഏറ്റെടുക്കാം എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യൻ. യാ അല്ലാഹ്, ഇത് ഏറ്റെടുക്കുന്ന സഹോദരന് മരിക്കുന്നതിന് മുമ്പായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നീ കാണിച്ചു കൊടുക്കണേ. ഓൺലൈനിൽ കണ്ട് GK മൊയ്തീൻ AP സർക്കിൾ ഒരു 3313 രൂപ. അല്ലാഹുവേ, നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. അവരെ വിഷമങ്ങളൊക്കെ തീർത്തു കൊടുക്കണേ അല്ലാഹ്. എന്ത് പ്രയാസമുണ്ട് മാറ്റി കൊടുക്കണേ അല്ലാഹ്.
ഒരു സ്ത്രീ അൽഹംദുലില്ലാ അപ്പൊ അവരുടെ ഭാഗത്ത് പോയ കടലാസ് വന്നിട്ടില്ലല്ലോ, വരും ദ്വാരക്കാനാകുമ്പോ വരും, അത് വായിച്ച് ദ്വാരക്കാൻ. ഒരു സ്ത്രീ ഒരു 500 രൂപ കൊടുത്തയച്ചു. അല്ലാഹുവേ, ഈ കൊടുത്തയച്ച ഉമ്മാന്റെ സഹോദരിയുടെ എന്ത് ഉദ്ദേശം ഉണ്ടോ നീ സാധിപ്പിക്കണേ റഹ്മാനെ. ഇനി ലാസ്റ്റ് നിർത്തി ഒറ്റൊരു സഹോദരൻ ആരാ പറയാ, ഖിതാമുഹു മിസ്ക് ഇൻഷാ അല്ലാഹ് സീൽ വെക്കുക. ഒരു 3300 ലാസ്റ്റത്തെ 3313 ഞാൻ ഏറ്റെടുത്തു. അതാ ഒരു ചെറുപ്പക്കാരൻ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അങ്ങനെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇലാഫിയായ ലാസ്റ്റ്, ഇനി യഥാർത്ഥ ഹഖീഖിയായ ലാസ്റ്റ് അങ്ങനൊന്നുമില്ല, ഒക്കെ ഒറ്റ ലാസ്റ്റാണ്. നിർത്തി. ബിസ്മില്ലാ. ഒരു സഹോദരനോട് ഏറ്റെടുത്തു. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, ഖൈർ കൊടുക്കട്ടെ, സന്തോഷം കൊടുക്കട്ടെ. ഇതല്ലേ തങ്ങൾ പോവാണ്. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അപ്പൊ നല്ല സംഖ്യ കൊടുത്ത എന്താ പറഞ്ഞ? ഇതാ ഫാറൂഖ് ദേലമ്പാടി ആണോ? ദേലമ്പാടിയാ? ദേലമ്പാടി അടുത്ത നെല്ലിക്കട്ട യൂണിറ്റ് SOSും SSF കേരള മുസ്ലിം ജമാഅത്തും SOSും SSFും കൂടിയിട്ട് അല്ലാഹു ബർക്കത്ത് 2 ലക്ഷം. എവിടെ? ആയിക്കോട്ടെ, 2000. അല്ലാഹു ബർക്കത്ത്. ഓരിപ്പോ വലിയ പരിപാടിക്ക് നടത്തുകയാണ്. എന്നാ നമുക്കത് ഇതാക്കട്ടെ, ഒരു 3313 അല്ലേ ഇൻഷാ അല്ലാഹ്. എവിടെ ഫൈസൽ? എവിടെ? അത് സന്തോഷം ഉണ്ടാവുള്ളൂ. അത് രണ്ടല്ലേ ഫൈസലെ? ഒരു 3313 രൂപ. അതങ്ങനെ അവർ സമ്മതിച്ചില്ലേ? അതാ അവിടെ അല്ലേ? ഓക്കെ, അത് ഡൺ. അല്ലാഹു ബർക്കത്ത്. സന്തോഷം നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ദുആ ചെയ്യാൻ വേണ്ടി പോവാണ്. ഫാറൂഖ് ദേലമ്പാടി ഒരു 3313. അല്ലാഹു ഉദ്ദേശങ്ങളെ ഹാസിലാക്കി കൊടുക്കട്ടെ, വിഷമങ്ങളെ തീർത്തു കൊടുക്കട്ടെ. ബഷീർ, ബഷീർ സഖാഫിയുടെ ജ്യേഷ്ഠന്റെ ഭാര്യ അല്ലെ, മൊയ്തും കുഞ്ഞി, അയാളെ ഭാര്യ 3313 രൂപ. അല്ലാഹു അക്ബർ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആ സഹോദരിയുടെ വിഷമങ്ങൾ അല്ലാഹു തീർത്തു കൊടുക്കട്ടെ. ആ കുടുംബത്തിന് അല്ലാഹു സന്തോഷം നൽകട്ടെ. 2000 1000 ഒന്നും വേണ്ടല്ലേ, തുടങ്ങുക. ഏടൊക്കെ എല്ലാവരുടെ കയ്യിലായി. ഇനി ഇൻഷാ അല്ലാഹ് തങ്ങളുടെ നേതൃത്വത്തിൽ ബദരിയ മജ്ലിസ് അല്ലേ തുടങ്ങാൻ പോവാൻ. ഇനിയിപ്പോ നിങ്ങളൊരു കാര്യം ചെയ്യാം, എന്തറിയോ, കുറെ സമയം ഉണ്ടെങ്കിൽ നമുക്ക് കുറെ സംഭാവന. അൽഹംദുലില്ലാഹ്, മൂപ്പര് നമ്മളെ പരിപാടി കാണാൻ റിയാസാജി, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. തങ്ങളും ഞാനും ഒന്നിച്ച് അവിടെ വീട്ടിൽ പോയിരുന്നു. മാഹിയിലെ കുഞ്ഞിപ്പള്ളി മാഹിയിലെ റിയാസ് ഹാജി, അല്ലാഹുവേ 10000 രൂപ ബഹുമാനപ്പെട്ട തങ്ങളെ വിളിച്ച് ഇവിടെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഖൂലൂ തക്ബീർ. അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. അദ്ദേഹത്തിനും ഭാര്യക്കും മക്കൾക്കും കുടുംബത്തിനും സന്തോഷം നൽകണേ അല്ലാഹ്. എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ ബഹുമാനപ്പെട്ട തങ്ങളോട് ഈ സംഭാവന ഏറ്റിട്ടുള്ളത്, ആ ഉദ്ദേശം നീ സാധിപ്പിക്കണേ അല്ലാഹ്. വിഷമങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. അഹമ്മദ് വണ്ടിച്ചാൽ ഓൺലൈനിൽ നോക്കിയിട്ട് എപ്പോഴും സഹായിക്കുന്ന ആളാണ്. ഇപ്പോഴും ഓൺലൈനിൽ നോക്കിയിട്ട് 3000 തങ്ങളെ ഞങ്ങളെല്ലാരും തങ്ങളാലും എല്ലാത്തും തങ്ങളും 3313 രൂപ ഏറ്റെടുത്തു. അല്ലാഹു അഹമ്മദ് ബർക്കത്ത് ചെയ്യട്ടെ. അയാൾ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുക്കണം. ഓൺലൈനിൽ 3300. അബ്ദുൽ ഖാദിർ പഴങ്ങാടി മരിച്ച മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു 3313 രൂപ. അല്ലാഹു ആ മാതാപിതാക്കളുടെ പരലോക ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ബിസ്മില്ലാ. ഇനി ആരാ? കഴിഞ്ഞില്ലേ? കഴിഞ്ഞോ? അവര് സുന്നി സൗണ്ട്സ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് 40,000 ഏറ്റെടുത്തിരുന്നു. 20,000 കൊടുത്തു. ഇനി 20,000 വേഗം കൊടുക്കും. ഇപ്പോ കൊടുക്കും, വേഗം കൊടുക്കും. ദുആ ചെയ്യാൻ വേണ്ടി. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. സ്ഥാപനത്തിന് വേണ്ടി ഓൺലൈനിലൂടെ വാട്സപ്പ് ഗ്രൂപ്പിലും മറ്റുമൊക്കെ ആയി പിരിവ് നടത്തിയപ്പോൾ സഹകരിച്ച ഒരുപാട് മോമിനികളുണ്ട്. അല്ലാഹു അവർക്കൊക്കെ ബർക്കത്ത് കൊടുക്കട്ടെ. അവരുടെ വിഷമങ്ങളൊക്കെ അല്ലാഹു തീർത്തു കൊടുക്കട്ടെ. നമ്മുടെ ഈ പരിപാടി തന്നെ ലൈവായി എത്രയോ പ്രവാസികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, നീ അവരുടെ വിഷമങ്ങൾ തീർത്തു കൊടുക്കണം റഹ്മാനെ. എന്ത് പ്രയാസത്തിൽ അവരുണ്ടോ നീ സലാമത്ത് നൽകണേ റഹ്മാനെ. ഇനി നിങ്ങൾ മുസാഫത്ത് ചെയ്യുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് ഒരു 3313 എന്റെ വകയിൽ. ബിസ്മില്ലാ. ലാസ്റ്റ് അതോടെ സീൽ വെച്ചു. മാഷാ അല്ലാഹ് സീൽ വെച്ചു.
അപ്പോ അതോടുകൂടെ ഇനി നിങ്ങൾ പോകുമ്പോ ഇൻഷാ അല്ലാഹ് നിങ്ങളെ കയ്യിലുള്ള നല്ല സംഖ്യ 2000, 1000, 500 ഒക്കെ തങ്ങളെ മുസാഫഹത്ത് ചെയ്തിട്ട് പോകുമ്പോ നിങ്ങൾ കൊടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. എല്ലാവർക്കും നാരമ്പാടി ലത്തീഫ് എന്ന സഹോദരൻ ഒരു 10,000 രൂപ. അല്ലാഹു എന്ത് ഉദ്ദേശാണോ നീ സാധിപ്പിക്കണേ റഹ്മാനെ, വിഷമങ്ങളൊക്കെ തീർക്കണേ റഹ്മാനെ. അത് തങ്ങൾ കേട്ടില്ലേ? തങ്ങൾ ദ്വാരക്കാൻ വേണ്ടി എന്റെ ഉമ്മാക്ക് ചെറിയൊരു സുഖക്കുറവുണ്ട്, വലിയ പ്രശ്നമായിരുന്നു. അതൊക്കെ റാഹത്തായി മഹാന്മാരെ ദുആ കൊണ്ട്. ചെറിയൊരു വിഷയമുള്ളൂ, അതും കൂടി ഒന്ന് റാഹത്തായി കിട്ടണം. അതിനാണ്. അല്ലാഹു ഈ സദസ്സ് കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലാകട്ടെ. ജീവിച്ചിരിപ്പുള്ള നമുക്കും നമ്മുടെ ഉമ്മ, ബാപ്പ, ഭാര്യ, മക്കൾ എല്ലാവർക്കും അല്ലാഹു നല്ല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. നാളെ എന്റെ ഭാര്യയുടെ വല്യുമ്മാന്റെ ദുആയാണ് ദേലമ്പാടിയിൽ വെച്ച്. അപ്പോ അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുന്നു. അല്ലാഹു തആല അവരുടെ പരലോക ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. എവിടുത്തെ ഫഖറുദ്ദീൻ? ചുള്ളിക്കാൻ ഫഖറുദ്ദീൻ എന്ന സഹോദരൻ അടുത്ത നമ്മുടെ മജ്ലിസിലേക്ക് 50 കിലോ അരി അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ, ബർക്കത്ത് ചെയ്യട്ടെ. ഇനി ഇൻഷാ അല്ലാഹ് തങ്ങൾ ഇജാസ് എന്ന ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇത് സംസാരം നിർത്തിയെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ എന്താക്കണം, സംസാരം നിർത്തിയെങ്കിലും നിങ്ങൾ പറയുന്നത് നിർത്തണ്ട. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എന്താക്കാ പറയാ. ലാൽ മുഹമ്മദ് അവരെ ലാൽ മുഹമ്മദ് ഖാന്റെ മകൻ ഇജാസ് അല്ലെ 3313 ഓരോ മരിച്ചുപോയി. അല്ലാഹു ആ പിതാവിന്റെ ഖബറിലേക്ക് അതിന്റെ സവാബ് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. ഈ മകൻ അല്ലാഹു സന്തോഷം കൊടുക്കട്ടെ. ഇനി നിങ്ങൾ എന്താക്കാന്ന് പറഞ്ഞാല് അതിന്റെ ഇടയിൽ നിങ്ങൾ എന്താക്കുക, ഒന്ന് എഴുതിപ്പിക്കുക. അവസാനം പിന്നെ ഇൻഷാ അല്ലാഹ് തങ്ങളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുക. ഈ വേദിയിലുള്ള ഉസ്താദുമാർക്കും സദസ്സിലുള്ള എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.